بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين اللهم اجعلنا من المتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أيها الناس أوصيكم ونفسي أولا بتقوى الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരണീയരായ നമ്മുടെ പള്ളിയിലെ ഉസ്താദ് ഹംസ അഷറഫി ഉസ്താദ് അവർകളെ, ആദരണീയരായ പ്രസിഡന്റ് അബ്ദുള്ള ഫൈസി, ജനറൽ സെക്രട്ടറി ബഹുമാന്യരായ ഒ പി ഉമർകുട്ടി സാഹിബ്, ബഹുമാന്യരായ ഒ വി മഹമ്മൂദ് ഹാജി, കടേക്കര ഖാദർ ഹാജി, എസ് വി ഉസ്മാൻ ഗഫൂർ അടക്കമുള്ള, എൻ്റെ പേര് എഴുതി പഠിച്ചോനെ, ഏതായാലും സ്റ്റേജിലുള്ള ബഹുമാന്യരായ സക്കരിയ ഉസ്താദ് അടക്കമുള്ള ഉസ്താദമാർ, ബഹുമാന്യരായ ആലക്കാട്ടെ ആദരണീയരായ സ്നേഹസമ്പന്നരായ നാട്ടുകാർ, സഹോദരിമാർ, വിദ്യാർത്ഥിനികളെ, അള്ളാഹു ഈ സദസ്സ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. പറയാനും കേൾക്കാനും ഉൾക്കൊള്ളാനും നന്നാകാനുമുള്ള സന്മനസ് നമുക്കും നാമുമായി ബന്ധമുള്ള എല്ലാവർക്കും അള്ളാഹു താല പ്രദാനം ചെയ്യട്ടെ. ഈ ആലക്കാട് എന്ന ഗ്രാമപ്രദേശത്ത് ആദ്യം വന്ന് താമസിച്ച മുസ്ലിം മുതൽ ഇതുവരെയും ഇവിടെ താമസിച്ച് മരണപ്പെട്ടു പോയ എല്ലാ മോമിനീങ്ങൾക്കും മോമിനാത്തുകൾക്കും, ഈ പള്ളിയിൽ ഖത്തീബുമാരായി, മുഅദ്ദിനീങ്ങളായി, മദ്രസയിൽ മുഅല്ലിമീങ്ങളായി, സദറുസ്താദുമാരായി ജോലി ചെയ്ത് മരണപ്പെട്ടു പോയ എല്ലാ ഉസ്താദുമാർക്കും, ഈ മഹലിൽ വന്ന് വഅദ് പറഞ്ഞ് മരണപ്പെട്ടു പോയ ഉസ്താദുമാർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. ഈ മജ്ലിസിന്റെ ബറക്കത്തിനെ നമ്മുടെ മുൻഗാമികളുടെ ഹദ്റത്തുകളിൽ, പ്രത്യേകിച്ച് ഈ റജബ് മാസം ഓർമ്മിക്കുന്ന എല്ലാ മഹാന്മാരുടെ ഹദ്റത്തുകളിലേക്കും, പ്രത്യേകിച്ച് സുൽത്താനുൽ ഹിന്ദ് ഖാജ മഈനുദ്ദീൻ ചിസ്തി അൽ ഹസനി അസ്സഞ്ചരി അജ്മീരി തങ്ങളുടെ തിരുഹദ്റത്തിലേക്കും ഈ മജ്ലിസിന്റെ ബറക്കത്തിനെ അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. നമുക്ക് ഓരോരുത്തർക്കും ആ മഹാന്മാരുടെ പൊരുത്തവും സ്നേഹവും സഹായവും കാവലും നോട്ടവും തർബിയത്തും ഷഫാഅത്തും പ്രദാനം ചെയ്യട്ടെ. ഇന്നലെ രാത്രി ഇങ്ങോട്ട് വയലിന് വരുമ്പോൾ നേരത്തെ ഫൈസി ഉസ്താദ് വിളിച്ചപ്പോൾ വല്ലാത്ത സങ്കടമായി. ഏതൊരു മോമിനായ മനുഷ്യനായാലും ആകസ്മികമായി മരണപ്പെടുമ്പോൾ ആ കുടുംബവും ആ നാട്ടുകാരും അനുഭവിക്കുന്ന വല്ലാത്ത വേർപാടിൻ്റെ സങ്കടം. ഇന്നത്തെ ഈ വയലിൻ്റെ ഈ സദസ്സിൽ ആ സഹോദരി കൂടി പങ്കെടുക്കേണ്ടതായിരുന്നില്ലേ? മോമിനങ്ങളാകുമ്പോൾ അല്ലാഹു തആല അങ്ങനെയൊരവസ്ഥയിൽ ആ സഹോദരിയെ മടക്കി വിളിച്ചത് ഇങ്ങനെയൊരു സദസ്സിൽ വെച്ചിട്ട് ദുആ ചെയ്യാനായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. സ്വാഹിബുൽ ഹദമി അശ്ശുഹദാഉ ഖംസത്തുൻ എന്ന് പറഞ്ഞെടുത്ത് അല്ലേ ഉസ്താദേ? അശ്ശുഹദാഉ ഖംസത്തുൻ അൽ മത്ഊനു വൽ മബ്തൂനു വൽ ഗരീഖു വസ്വാഹിബുൽ ഹദമി, അല്ലേ? പൊളിഞ്ഞു വീണ് മരിച്ചു പോകുന്നവരിൽ രക്തസാക്ഷിയുടെ കൂലി കൊടുത്ത് ഷഹാദത്തിന്റെ മധുരം നുകരുന്ന ഭാഗ്യവതിയിൽ ആ സഹോദരിയെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ, മണിയറയാക്കി കൊടുക്കട്ടെ. നമീക നൗമത്തിൽ അറൂസ്, മോളെ മണവാട്ടി ഉറങ്ങും പോലെ നീ ഉറങ്ങിക്കോ എന്ന് മഹാന്മാരായ മലായിക്കത്തുകളാൽ കേൾക്കപ്പെട്ട ഭാഗ്യവതിയായി ആ സഹോദരിയെ മാറ്റട്ടെ. ഒന്ന് അപകടത്തിന്റെ മരണവും അതിനുശേഷമുള്ള പോസ്റ്റ്മോർട്ടവും അല്ലാഹുവേ അനുഭവിച്ചു തീർത്ത പരീക്ഷണങ്ങൾക്ക് പകരം ഇന്ന ഇളമൽ ജസായി മഅ ഇളമിൽ ബലായി, അല്ലേ? അല്ലാഹുവേ നിന്റെ സ്വാദിഖുൽ മസ്തൂഖിന്റെ നാവ് കൊണ്ട് വലിയ പരീക്ഷണത്തിന്റെ കൂടെയാണ് വലിയ പ്രതിഫലം എന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ പ്രതിഫലം കൊടുത്ത് ആ സഹോദരിയെ അനുഗ്രഹിക്കണേ പടച്ചവനെ. ഞങ്ങൾക്കാർക്കും ഞങ്ങളെ കുടുംബത്തിലാർക്കും അങ്ങനെയുള്ള മരണം തരരുതേ റഹ്മാനെ. ഞങ്ങളെ നന്നാക്കണേ പടച്ചവനെ. ഈ മജ്ലിസോടെ ഞങ്ങളെ ഉള്ളും പുറവും ശുദ്ധിയാക്കണേ റഹ്മാനെ. പാലക്കാട് ഒരു പ്രബുദ്ധമായ മഹല്ലാണ്, ഗ്രാമാണെങ്കിലും ഇവിടെ വരുമ്പോൾ വല്ലാത്തൊരു തഹറുക്ക്, വല്ലാത്തൊരു ചലനം. ഈ നാട്ടിൽ കുറേ ഉസ്താദന്മാരുണ്ട്. ആ ഉസ്താദന്മാരെ ഇൽമിനെ സ്നേഹിക്കുന്ന ഉസ്താദന്മാരെ സ്നേഹിക്കുന്ന നാട്ടുകാർ ഓരോ പൊരി, ഞാൻ വരുമ്പോൾ റിയാസ് അസദിയോട് പറഞ്ഞു, ആലക്കാട്ടെ ഓരോ പൊരയിലും ടച്ച് ചെയ്തിട്ടെങ്കിലും പൊരയിൽ ഒരു ഉസ്താദില്ലെങ്കിൽ കുടുംബത്തിലെങ്കിലും ഒരു ഉസ്താദ് ഉണ്ടാകും. ഇവിടെ നിന്ന് വീട് വിട്ടിട്ട് മാറിപ്പോയ മഹമ്മൂദ് ബാക്കവിയെ പോലെ
ധാരാളം ഇവിടെ നിന്ന് വീട് മാറിപ്പോയ, ഇതൊക്കെ കിട്ടിയൊരു ഭാഗ്യമാണ്, നാട്ടിൽ തന്നെ ആയിപ്പോയത്. ഇവരൊക്കെ പുരയെടുത്തിട്ട് വേറെ നാട്ടിലേക്ക് പോയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒരുപാട് ഉസ്താദന്മാരുള്ളൊരു നാട്, ഇൽമിനെ സ്നേഹിക്കുന്ന നാട്ടുകാർ. മാത്രമല്ല ഇവിടെ നോക്കിയാട്ടെ നല്ല പള്ളി, ഇങ്ങനെ ഒരു പന്തൽ ഇപ്പം നമ്മുടെ പരിസരത്ത് എല്ലാ പള്ളിയിലും ഉണ്ടാവില്ല. നേരത്തെ ഫൈസി ഉസ്താദ് പറഞ്ഞു ഞങ്ങൾക്ക് കടമൊന്നുമില്ല, അൽഹംദുലില്ലാഹ് സന്തോഷമുള്ള വലിയ പന്തലായി. അതേപോലെ തന്നെ എ സി ആയി. അതിൻ്റെ കുറച്ച് സോളാറൊക്കെ വെക്കണമല്ലോ. ഇപ്പോൾ എ സി ആകുമ്പോൾ മാസത്തിൽ വരുന്ന കറണ്ട് ബില്ല് ഒന്ന് ഒഴിവായി കിട്ടണമെങ്കിൽ ഇൻഷാ അല്ലാഹ് സോളാർ വെക്കണം. അതിന് വലിയ പണമുണ്ട്, ആവശ്യമായി വരും. നാട്ടുകാർ തന്നെ അതെല്ലാം ഭംഗിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ പുറത്തു പോയിട്ടൊരു 5 പൈസ പിരിക്കാതെ തന്നെ നമ്മുടെ മഹല്ല് ഇതുവരെയും ഇസ്സത്തുള്ള മഹല്ലായി. മാത്രമല്ല ചുറ്റുവട്ടങ്ങളിലെല്ലാം അനൈക്യവും ശൈഥില്യവും ഒക്കെ വന്നപ്പോഴും ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ, ഒരു മാലയിലെ മണികളെ പോലെ, ഒരു ചീർപ്പിന്റെ പല്ല് പോലെ, ഒരു പൂങ്കാവനത്തിലെ പൂക്കളെ പോലെ ഒരുമയോടെ മമതയോടെ സമവായ മനസ്സോടെ സൗഹാർദ്ദത്തോടെ നമ്മൾ നിലകൊണ്ടു. ഒരു അൽഹംദുലില്ലാഹ് പറയും, ഉറക്കെ പറയും അൽഹംദുലില്ലാഹ്. ഇനിയും ഇൻഷാ അല്ലാഹ് ശ്രേയസ്കരമായ നിലയിൽ നല്ല ഇസ്സത്തുള്ള ഭാവി നമ്മുടെ മഹല്ലത്തിന് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ പറയും. മഹല്ലത്തിന് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇന്നലെ നടന്ന പോലെയുള്ളൊരു ഒരു പരീക്ഷണത്തിന്റെ മരണം നമ്മുടെ നാട്ടിൽ അല്ലാഹു തആല ഇനി തരാതിരിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു രാത്രി ഒരു വഅള്, സ്വലാത്തിന്റെ വാർഷികം. എല്ലാവരോടും ഞാൻ പറയാണ്, നമ്മൾ പൊതുവെ ദിവസങ്ങൾ, മാസങ്ങൾ, കൊല്ലങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ വയസ്സ് കൂടുമ്പോണ്ടല്ലോ, ഇപ്പോൾ റമദാനിലേക്ക് എത്തി, റജബിലെത്തി, അൽഹംദുലില്ലാഹ് നമ്മൾ ഉണങ്ങി പോവുകയാണ്. നനഞ്ഞ് വരേണ്ടതിന് പകരം നമ്മുടെ ഉള്ള് പുറത്ത് നനവുണ്ടാകുന്നുണ്ട്, കുളിച്ചിട്ടും മഞ്ഞ് കൊണ്ടിട്ടൊക്കെ. നമ്മുടെ അകത്ത് ഉണങ്ങി വരണ്ട് അല്ലാ എന്ന് കേൾക്കുമ്പോ ഒരു ഭക്തി തോന്നാത്ത, മുത്ത് റസൂലുള്ളാഹിയുടെ പേര് കേൾക്കുമ്പോ അല്ലെ നിരാശ അനുഭവപ്പെടുന്ന, അല്ലെ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോ ഒരു പുച്ഛമോ നീരസമോ അനുഭവപ്പെടുന്ന, മരവിച്ചു പോകുന്ന മനസാക്ഷികളായി വർത്തമാനകാല മുസ്ലിമിന്റെ നമ്മുടെയൊക്കെ മനസ്സിങ്ങനെ മാറിപ്പോവുകയാണ്. വയല് പറയുന്ന എൻ്റെ സങ്കടവും, വയല് കേൾക്കുന്ന എല്ലാ മോമിനിങ്ങളെ, നിങ്ങളെന്ന് ഞാൻ പറയൂല, വയല് കേൾക്കുന്ന പുതിയ കാലത്തെ എല്ലാ മോമിനിങ്ങളുടെ സങ്കടവും വേണ്ടത്ര നന്നാകാനാകുന്നില്ലല്ലോ എന്ന സങ്കടമാണ്. നല്ലോണം വയലിന് പോകുന്ന ഒരു ഉസ്താദ് ഇപ്പോ മഗ്‌രിബിന്റെ തൊട്ട് മുമ്പ് ഒരു രോഗമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അതിന് ആ രോഗത്തിനുള്ള ചില മരുന്ന്, എനിക്ക് അറിയുന്ന മരുന്ന്, ഞാൻ വൈദ്യരോ അല്ലെങ്കിൽ ഡോക്ടറോ ഒന്നുമല്ല, അറിയുന്നൊരു മരുന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ മുമ്പിൽ പറയാണ് നന്നാകുന്നില്ല ഉസ്താദെ. ഞാൻ പറഞ്ഞു നീ ഫോൺ വിളിച്ചാൽ എടുക്കാൻ തന്നെ ബുദ്ധിമുട്ട്, ആദ്യം ഇത് പറയുന്നതുകൊണ്ടാണ്. വേഗം ഫോൺ വെച്ചു. എല്ലാവരെയും ഉസ്താദുമാരെ സങ്കടം, സാധാരണക്കാരെ സങ്കടം, അല്ലെ നമ്മൾ ആഗ്രഹിക്കുന്ന അവിടെ എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നിസ്കരിക്കുന്നുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട്, അതിന്റെ ഇടയിലും അല്ലെ നമ്മൾ അറിയാതെ നമ്മുടെ നാവിൽ ഗീബത്ത് വന്നു പോകുന്നുണ്ട്. ഹറാമാന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. നമ്മുടെ നാവിൽ ചീത്ത വർത്തമാനം വന്നു പോകുന്നുണ്ട്. നമ്മളൊക്കെ നിസ്കരിക്കുന്നുണ്ട്, എന്നാലും ഓളെ വല്ലാതെ ഇടങ്ങേറാക്കാറുണ്ട്, അല്ലേ? ഇങ്ങോട്ടും നോക്കണ്ട, നിസ്കാരമൊക്കെ ഉണ്ട്, ഭാര്യനെ ഇടക്കിടക്കെങ്കിലും വേദനിപ്പിക്കാറുണ്ട്, ദിക്ർ ഹൽക്കൊക്കെ പോകാറുണ്ട്, എന്നാലും ഇടക്കിടക്ക് ഇങ്ങനെ ഭർത്താവിനെ ചെയ്യാൻ കഴിയുന്ന ചില കുത്തി നോവിക്കലുകൾ. എല്ലാ പെണ്ണുങ്ങളല്ല, ചില പെണ്ണുങ്ങൾ പ്രത്യേകിച്ചിട്ട് മക്കളൊക്കെ വളർന്ന് ജോലിക്ക് പോകാൻ തുടങ്ങുമ്പോൾ, പുതിയ പിള്ളേരൊക്കെ മാസാമാസം 5000 ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങുമ്പോൾ, ഇതിനോട് ഒരാൾ ഞാൻ പറഞ്ഞു, വേറൊരുത്തിനോട് പറഞ്ഞു മൂപ്പർക്ക് ഏകദേശം 6-7 പെൺകുട്ടികളുണ്ട്. അപ്പൊ ഇവൻ പറയാണ് എന്താ ബേജാറ് ഉസ്താദേ, ആ 7 പെൺകുട്ടികളെ പുതിയ പിള്ളേർ 5000 കൊടുത്തതിന് എത്ര പൈസയായിരുന്നു? പുതിയ പിള്ളേരുടെ പൈസ അമ്മായിയുടെ കയ്യിലേക്ക് പോകുന്ന ചില സ്ഥലങ്ങളുണ്ട്, ചില വീടുകളുണ്ട്, അല്ലേ? അങ്ങനെ വരുമ്പോ ഈ ഉമ്മമാര് വല്ലാതെ പ്രായാകുന്ന ഭർത്താക്കന്മാരെ ഇടങ്ങാറാക്കാറുണ്ട്. അങ്ങനുണ്ട്. നിസ്കാര ഇബാദത്തൊക്കെ ഉണ്ട്, അതിന്റെ ഇടയിലും ചില പാരവെപ്പുകൾ. ഒരു സ്വത്ത് കച്ചവടത്തിന്റെ പാര വെച്ച്, ഒരു കല്യാണത്തിന്റെ പാര വെച്ച്, ഒരു കല്യാണം മുടക്കി നിൽക്കാനുള്ള ആള്, തൊപ്പിയുള്ള ആള്, മജുമോയിന്റെയും ഫാൻസി ബക്കറ്റിന്റെയും മണമുള്ള കുപ്പായവും തുണി കൊടുക്കുന്ന, മയ്യത്ത് മണക്കുന്ന, ഉറൂസ് മണക്കുന്ന വിധത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ നാവിൽ പോലും പാരവെപ്പുകൾ. ഉമ്മയ്ക്കെതിരെ കേസ് കൊടുത്ത ഒരാളെ കണ്ടു ഞാൻ, അടുത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഉമ്മ മരിച്ചുപോയി. ഉമ്മ ഉള്ളപ്പോ ഉമ്മയെ നോക്കുന്ന ഒരു മോൾക്ക് ഉമ്മാന്റെ സ്വത്ത് ഉമ്മ ഉണ്ടാകുമ്പോ ഉമ്മക്ക് ദാനം കൊടുത്തൂടെ? കൊടുത്തതിന്റെ പേരിൽ ഉമ്മയ്ക്കെതിരെ നിസ്കാരമുള്ള, ദീനുള്ള, കുറച്ചൊക്കെ ഇൽമുള്ള, പേരറിയും, നാടറിയും ഉമ്മാക്കെതിരെ കേസ് കൊടുത്തു. ആലോചിച്ച് നോക്കണം. ഉമ്മയെ കോടതി കയറ്റി,
ദിവസങ്ങൾ, മാസങ്ങൾ, കൊല്ലങ്ങൾ ഇങ്ങനെ നമ്മൾ ചില ആൾക്കാരെ പെട്ടെന്ന് മരിപ്പിക്കുന്നില്ലേ? വലിയ അനുഗ്രഹ ഫുജഅത്തുൽ മൗതി റഹ്മത്തുൽ ലിൽ മുഅ്മിൻ. കാരണം എന്തറിയോ, നമ്മളിങ്ങനെ പിന്നെയും മുമ്പോട്ട് പോയാലില്ലേ മനസ്സിങ്ങനെ വരണ്ട് ഗീബത്തും നമീമത്തൊന്നും മാത്രമല്ല വ്യഭിചാരവും. ഇപ്പോഴൊരു അവസ്ഥ എന്താ? ഇപ്പോൾ ഈ 45, 50, 55, 60 വയസ്സാകുമ്പോൾ മക്കള് ഉപ്പാക്ക് സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുക്കുകയാണ്. ഇതിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും. എന്നിട്ട് 985 കാലത്തെ SSLC ബാച്ച്, അന്ന് 10ാം ക്ലാസ്സിൽ നിന്ന് പോയിട്ടില്ലെങ്കിൽ അന്നത്തെ 5ാം ക്ലാസ്സിലെ 5ാം ക്ലാസ് ബാച്ച്, അതിന്റെ ഒരു കൂട്ടായ്മ. ഇപ്പൊ ഏകദേശം 50-60 വയസ്സുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സാപ്പിലൂടെ ചാറ്റിങ്ങും. അന്ന് നടന്നിട്ടില്ല, അന്ന് പ്രേമമില്ലല്ലോ, അന്ന് പ്രേമില്ല. ഇന്നിപ്പോതാ വയസ്സായതിനു ശേഷം ചാറ്റിങ്ങും. തമാശ പറയല്ല, 45 വയസ്സ് പിന്നിട്ട പെണ്ണ് അതുവരെയും ഒരു പ്രേമമോ അനുരാഗമോ അല്ലെങ്കിൽ വ്യഭിചാരമോ ഒന്നും ഉണ്ടായിട്ടില്ല. 45 വയസ്സ് പിന്നിട്ടതിന് ശേഷം ഏതോ ഒരു കോണ്ടാക്റ്റിലൂടെ, ഇതൊക്കെ ഗ്രാമങ്ങളിലാണ്. ഇതിലിങ്ങനെ ഈ തളിപ്പറമ്പിന്റെ മലയോര മേഖലകളിലൂടെ പോകുമ്പോൾ എന്തൊക്കെ ഫിത്നകളാ സംഭവിക്കുന്നതെന്നറിയോ? ഇപ്പൊ ഈ ഓൺലൈൻ ബിസിനസ്സുകളൊക്കെ വല്ലാതെ വികസിച്ചപ്പോ, പെണ്ണുങ്ങൾക്ക് സമ്പർക്കങ്ങൾ കൂടിയപ്പോ, ജീവിച്ചു പോകാനുള്ള ചുറ്റുപാടൊക്കെ ആയപ്പോ, സ്റ്റോർ റൂമിൽ ആവശ്യത്തിലധികം ഓരോ അടുക്കളയുടെയും സ്റ്റോർ റൂമിൽ അരിയും പഞ്ചസാരയും അല്ലെ എല്ലാം ആയപ്പോ എന്തുണ്ടായെന്നറിയോ? എല്ലിൽ കുത്താൻ തുടങ്ങി. 45 വയസ്സ് പിന്നിട്ടതിന് ശേഷം വ്യഭിചരിക്കുന്ന പെണ്ണുങ്ങള്, ആണുങ്ങള് അല്ലെ, ശൈഖുൻ സാനിൻ, വ്യഭിചരിക്കുന്ന വയസ്സൻ, ആയിലും മുസ്തക്ബിറുൻ, കിബറനായ ദരിദ്രൻ, ഇതൊക്കെ കുടുങ്ങിപ്പോവും. ആഖിറത്തിൽ കേൾക്കണേ, ഒരു യുവാവിന്റെ വ്യഭിചാരം പോലെയല്ല ഒരു 50 വയസ്സ് പിന്നിട്ടവന്റെ വ്യഭിചാരം, ഒരു യുവതിയുടെ വ്യഭിചാരം പോലെയല്ല പ്രായം ചെന്ന ഒരു പെണ്ണിന്റെ വ്യഭിചാരം. എല്ലാ ഫിത്നയും മുടിയടിച്ച് നൃത്തം ചെയ്യുന്ന ആസുരമായ, അഭിശപ്തമായ, സങ്കടകരമായ വർത്തമാനകാലത്താണ് ഞാനും നിങ്ങളുള്ളത്. നന്നാകണം. എല്ലാവരോടും ഞാൻ പറയാണ്, ഉള്ളും പുറവും ശുദ്ധിയാകണം. വല്ലാത്തൊരു ഈമാനികമായ, നിങ്ങളറിയോ, ഏറ്റവും വലിയ ലഹരി അനുഭവിക്കേണ്ടത് കീശയിൽ പൈസ ഇട്ടിട്ടല്ല, എവിടെയെങ്കിലും ടൂറ് പോയിട്ടല്ല. ഏറ്റവും വലിയ ലഹരി അനുഭവിക്കേണ്ടത് എങ്ങനെയെന്നറിയോ? ഈമാനിന്റെ ഒരു ഹലാവത്തുണ്ട്, ദീനിനുണ്ടാകേണ്ട. മൻ റളിയ ബില്ലാഹി റബ്ബാ വബിൽ-ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ റസൂലാ. മുഹമ്മദ് മുസ്തഫ. നമ്മളിൽ എപ്പോഴും ഒരു തരം ലഹരി മധുരം എപ്പോഴും അനുഭവിച്ചോണ്ട് ജീവിക്കണം. അങ്ങനെയാകുമ്പില്ലേ ഈ കുഴപ്പമൊന്നും വരൂല, ഒരു ഹറാമ ചെയ്യാനും തോന്നൂല. ഈമാനിന്റെ രുചി അനുഭവിച്ചവർ, ഈമാനിന്റെ രുചി അനുഭവിച്ചവർ ആരാന്നറിയോ? മൻ റളിയ ബില്ലാഹി റബ്ബാ, അല്ലാഹുവിനെ റബ്ബായിട്ട് പൊരുത്തപ്പെട്ടവർ. നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലില്ലേ ഏറ്റവും വലിയ പൊരുത്തം ഉണ്ടാകേണ്ടത് ആരോടാണെന്നറിയോ? അള്ളാഹിനോട്. റബ്ബ് അള്ളയാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വെറും 0 ആയിരുന്നു, ഇല്ലായിരുന്നു. ഇല്ലാത്ത നമ്മളെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ച് നിർമ്മിച്ച് പൂർണ്ണതയിലെത്തിച്ച് ഭൂമിയിൽ കൊണ്ടുവന്ന് ഘട്ടം ഘട്ടമായി വളർത്തി ഈ പ്രസന്റ് ടൈമിൽ ഇങ്ങനെ എത്തിച്ചു. ഇതിൻ്റെ പേരാണ് റബ്ബ് എന്ന്. ഈ റുബൂബിയത്ത് നമ്മുടെ കൽബിൽ അള്ളാഹ്ക്ക് മാത്രം കൊടുക്കണം. എന്നെ ഇതുവരെ സംരക്ഷിച്ച ഒരേ ഒരാൾ, എൻ്റെ കൂടെ ഇതുവരെ നിന്ന ഒരേ ഒരാൾ, എനിക്കിതുവരെ സൗഭാഗ്യങ്ങളെല്ലാം തന്ന ഒരേ ഒരാൾ, അത് അല്ലാഹു അല്ലാതെ മറ്റൊരാളില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേറൊരർത്ഥമുണ്ട്. ചൊല്ലിയേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നർത്ഥം. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരാളില്ല, അല്ലാഹയല്ലാതെ ഇലാഹില്ല. ചൊല്ല്, ലാ ഇലാഹ, ഉറക്കപ്പറ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥമാണ് ലാ റബ്ബ ഇല്ലല്ലാഹ്, ലാ മാലിക ഇല്ലല്ലാഹ്. ലാ റബ്ബ എന്ന് പറഞ്ഞാൽ എനിക്ക് റബ്ബല്ലാതെ, അല്ലാഹയല്ലാതെ മറ്റൊരു രക്ഷിതാവില്ല, എനിക്ക് അല്ലാഹു അല്ലാതെ മറ്റൊരു രക്ഷിതാവില്ല.
ഇതുവരെ തിന്ന ഓരോ നേരത്തെ ഭക്ഷണവും റബ്ബിൻ്റേത്, ഇതുവരെ കുടിച്ച ഓരോ വെള്ളവും റബ്ബിൻ്റേത്, ഇതുവരെ ശ്വസിച്ച ഓരോ ശ്വാസവും ഉച്ഛ്വാസവും അള്ളാഹുവിൻ്റേത്, ഇതുവരെ ധരിച്ച വസ്ത്രം മുഴുവനും റബ്ബിൻ്റേത്, ഇതുവരെ ഉപയോഗിച്ച ഉപഭോഗ വസ്തുക്കൾ മുഴുവനും റബ്ബിൻ്റേത്. ഖുൽ കുല്ലും മിൻ ഇൻദില്ലാ. ഒന്നെല്ലാവരും എന്നോട് പറഞ്ഞേ, കുല്ലും മിൻ പറ, കുൽ കുല്ലും മിൻ ഇൻദില്ലാ. സർവ വസ്തുക്കളും റബ്ബിൽ നിന്നുള്ളത് അല്ലേ. ഇതുവരെ എനിക്ക് കിട്ടിയതെല്ലാം എൻ്റെ റബ്ബിൽ നിന്ന് കിട്ടിയതാണ്. ഇതുവരെ എന്നെ സംരക്ഷിച്ചത് എൻ്റെ റബ്ബാണ്. ഹൃദയത്തിലുണ്ടാകണം അള്ളാനെ റബ്ബായിട്ട് പൊരുത്തപ്പെടുന്നൊരു മാനസികാവസ്ഥ. എല്ലാ പൊരുത്തവും അള്ളാഹിനോടുണ്ടായാലില്ലേ, ചിലപ്പോൾ അള്ളാഹുവിൽ നിന്ന് പനി, ജലദോഷം, തലവേദന, കുറച്ച് ദാരിദ്ര്യം, കടലെല്ലാം വരും. അത് വരുമ്പോൾ അള്ളാഹു തരുന്നതല്ലേ എന്ന ചിന്തയിൽ ക്ഷമിക്കാനും പൊറുക്കാനും മനസ്സൊന്നടങ്ങി നിൽക്കാനുമുള്ള മനസ്സുണ്ടാകും. പൊരുത്തം മുഴുവനും ഭർത്താവോടുണ്ടാകുമ്പോൾ ഇല്ലേ, ഭർത്താവിന് വേണ്ടിയിട്ട് ചത്ത് പണിയെടുക്കാൻ അല്ലേ, ഭർത്താവോട് പൊരുത്തമുള്ള ഭാര്യയല്ലേ പരിഭവം പറയൂല, ഭർത്താവിന് വേണ്ടി ജീവിക്കും. ഭാര്യയോട് പൊരുത്തമുള്ള കുട്ടികളെ 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 മക്കളെ, നിങ്ങൾ എവിടെയെങ്കിലും ഇരിക്കു പോയിട്ട് അടങ്ങനെ നിന്ന് കളിച്ചാൽ അപ്പം നിങ്ങളെ നോക്കൂ, എന്നെ നോക്കൂല. അവിടെ ഞാൻ എണീക്കരുത്, കുറച്ചും കൂടി അങ്ങോട്ട് ഇരിക്കേ, മറ്റേ ഇരിക്കാൻ സ്ഥലം എന്നോട് എണീക്കറേ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകണം, അവിടെ പോയ സൗകര്യമുണ്ട് ഉമ്മമാരടുത്ത്. ഇവിടെ നടക്കാറാക്കരുത്. എനിക്ക് ഇങ്ങനെ വേദ പറയാൻ സൗകര്യം നല്ല സൗകര്യം, പക്ഷേ പെണ്ണുങ്ങളായിപ്പോയില്ലേ. കേൾക്കണേ, നമ്മൾ ഇതുവരെ അനുഭവിച്ച എല്ലാ സുഖസൗകര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്നുള്ള ബോധം വന്ന് അള്ളാഹിനോടൊരു പൊരുത്തം കൽബിൽ വന്നാലില്ലേ, പിന്നെ എന്ത് വന്നാലും ഹൈറ് വന്നാലും അള്ളാഹിൻ്റെ കൂടെ നിൽക്കും. ഖദറിലുള്ള വിശ്വാസം കൂടും. വൽ ഖദരി ഖൈരിഹി പറയ്, വൽ ഖദരി ഖൈരിഹി വശദ്ദിഹി മിനല്ലാഹി തആല. ഖദർ കൊണ്ടുള്ള വിശ്വാസം, ഖൈറും ഷർറും റബ്ബിൽ നിന്നാണെന്ന ബോധം. ഖൈറ് വരുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയും, ഷർറ് വരുമ്പോൾ അൽഹംദുലില്ലാഹ് പറയണമെന്നില്ല, പറയാ ക്ഷമിച്ചു നിൽക്കും. രണ്ട് ടയറിലോടും, ക്ഷമയുടെ ടയറ്, ശുക്റിൻ്റെ ടയറ്. എപ്പോഴും ബാലൻസിലുണ്ടാകുക, എപ്പോഴും ചിരിക്കും, എപ്പോഴും രോഗം വന്നാലും ചിരിക്കും. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അല്ലോ ഞാനിങ്ങനെ ആയിപ്പോയില്ലേ പറയൂല, അങ്ങനെ പറയൂല. ഞാനിങ്ങനെല്ലാം നിക്കരിച്ചിട്ടു നന്നായിട്ട് ദീനിയായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ ഭർത്താവിന് ക്യാൻസർ. ആ പുരേ പോയപ്പോൾ ആ പെണ്ണുങ്ങൾ നാലും നമ്മളിങ്ങനെ ആയിപ്പോയില്ലേ, എന്നാ ചെയ്യുക. 75 വയസ്സുണ്ട് ഭർത്താവിന്. അള്ളാ ഇങ്ങനെ വല്ലാണ്ട് പരീക്ഷ. ഞാൻ പറഞ്ഞു അങ്ങനെ പറയല്ലേ. സന്തോഷത്തോടെ ഒരു ദിവസം വരെ ജീവിക്കാൻ കഴിയാത്ത എത്ര മനുഷ്യന്മാർ ദുനിയാവിലുണ്ട്. ഏതെങ്കിലും ഒരു സമയത്തൊരു രോഗമോ ഒരു ദാരിദ്ര്യം വരും. ചിലർക്ക് എപ്പോഴും പ്രശ്നമല്ലേ. പഴയ കാലത്തെ ആൾക്കാരെ കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ട്, ഒരു 40-50 കൊല്ലം മുമ്പ് ജീവിക്കാൻ തുടങ്ങിയത് മുതലേ പ്രയാസ, മരിക്കുന്നവരെ പ്രയാസ. ഈ പുതിയ കാലത്ത് ചെറിയൊരു വിഷമം വരുമ്പോഴത്തേക്ക്, ഒരു ക്യാൻസറൊക്കെ വരുമ്പോൾ അറിയാലോ, തളർന്നു പോവുക. പിന്നെ ഭാര്യ പറയാം, നമ്മൾ ഈ ആയ കാലത്തെ അള്ളാൻ്റെ കൂടെ നിന്നിട്ടു ഇങ്ങനെ അള്ളാഹ് പരീക്ഷിച്ചില്ലേ, ഇതെന്തൊരു ഇടങ്ങേറാണെന്ന് അള്ളാഹിനെ കുറ്റം പറയാം. കൂടിക്കൂടി വരികയാണ്. ഒരു വീടും പറമ്പും വിൽപ്പന ചെയ്യാൻ കഴിയാഞ്ഞിട്ടൊരു പുരക്കാരൻ പറയാം, നന്നല്ല ഉസ്താദെ അള്ളാഹ് ഇങ്ങനെ പരീക്ഷിക്കാൻ പോകുന്നു. ഏകദേശം ഒരു 9 കോടി ഉറുപ്പ്യക്ക് വിൽക്കാൻ പറ്റിയൊരു പുരയും പറമ്പുമാണ്. ഞാൻ ചോദിച്ചോടാ, നിൻ്റെ അടുത്ത് ആദ്യം എന്താ ഉണ്ടായിരുന്നേ? ഒന്നുമില്ല. ഇതെല്ലാം അള്ളാഹ് തന്നെയല്ലേ. ഇപ്പോൾ കുറച്ചൊരു കടമുണ്ട്, പുരയും പറമ്പും വിൽക്കണം, അത് നടക്കുന്നില്ല. അതിന് അള്ളാഹിനെ കുറ്റം പറയല. 2 കിഡ്നിയും വീക്കായിട്ട് കാലങ്ങളോളം ഗൾഫിലുള്ളായിരുന്ന ആളാണ്. ഇപ്പോൾ ഏകദേശം ഒരു 60-ൻ്റെയോ ഒരു 75-ൻ്റെ ഇടയിൽ വയസ്സുണ്ട്, വയസ്സോർമ്മല്ല. 2 കിഡ്നിയും വീക്കായിട്ട് ഡയാലിസിസ് ചെയ്യാണ്. ഞാൻ പറഞ്ഞു, കുറേ കാലം അള്ളാഹ് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നില്ലേ, നല്ല റാഹത്തുള്ള ശമ്പളം കിട്ടിയില്ലേ, സന്തോഷത്തോടെ ജീവിച്ചില്ലേ, അടുത്ത കാലത്തിലെ രോഗം വന്നുള്ളൂ, അതും ആഖിറത്തിലേക്ക് ഗുണമല്ലേ. അപ്പം മൂപ്പര് തമാശക്ക് പറയാണ്, എന്നാലൊരു മാന്യത വേണ്ടേ. അള്ളാഹിനെ പറയുന്നേ. അതാ നമ്മുടെ അവസ്ഥ. ചില ആൾക്കാർ ഇങ്ങനെയൊന്നും പറയൂല, എന്നാലും ഉള്ളിലിങ്ങനെ കൊച്ചു എന്നാലും ഇപ്പം ഇങ്ങനെ കുറേ സന്തോഷത്തോടെ 40 കൊല്ലം ജീവിച്ചു. 41ാമത്തെ കൊല്ലം ദാരിദ്ര്യം വന്നു, സഹിക്കൂല. നമ്മളൊരു നിസ്കരിച്ചിട്ട് എങ്ങനെയെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ നോക്കലല്ല. ഫീ കുല്ലി ലഹളത്തിൻ വഹീൻ, ജീവിക്കുന്ന സർവ്വ സമയവുമില്ലേ നമ്മൾ എന്തെല്ലാം ഏർപ്പാടെല്ലാം ഉണ്ടാവും.
അള്ളാഹുവിൻ്റെ ഓർമ്മയിലാകണം നാം, അള്ളാഹുവിൻ്റെ ഓർമ്മയിലാകണം നാം. ഇദാ സ്വാബത്തുഹു സറാ, സന്തോഷം മോമിനിൻ്റെ ജീവിതത്തിൽ വന്നാൽ സന്തോഷം വരുമല്ലോ, ഒന്നും വേണ്ട, ഒരു നേരം നല്ലോണം തിന്നു, അൽഹംദുലില്ലാഹ്, ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ, ശക്കറാവൻ നന്ദി കാണിച്ചാൽ, ഫകാന ഖൈറൻ ലഹു, അതവന് ഗുണമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു സന്തോഷം ജീവിതത്തിലെത്തി, എന്ത് ഡ്രസ്സ്, കുളിച്ചു, നല്ല റാഹത്ത് കിട്ടി, ഡ്രസ്സ് മാറി, അപ്പോൾ വല്ലാത്തൊരു കുളിർമയും സന്തോഷം ഉണ്ടാവൂലേ. അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്നോ അല്ലെങ്കിൽ വെറും ഒരു അൽഹംദുലില്ലാ എന്നോ പറഞ്ഞാൽ, ഇനി പറഞ്ഞൊന്നുമില്ല, അള്ളാഹ് റാഹത്താക്കി തന്നു എന്ന് മാത്രം പറഞ്ഞു. മലയാളത്തിൽ ശക്കറ, നന്ദി കാണിച്ചു, ഫകാന ഖൈറൻ ലഹു, അതവന് ഗുണമാണ്. വഇദാ അസ്വാബത്തുഹു സററാ, മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രശ്നം എത്തിച്ചേർന്നു, ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചു, സബറാവൻ ക്ഷമിച്ചു, ഫകാന ഖൈറൻ ലഹു, അതവന് ഗുണമാണെന്ന് മുഹമ്മദ് മുസ്തഫ. എന്തു വന്നാലും അള്ളാഹിന്റെ കൊടുക്കുക, എല്ലാ പൊരുത്തും അള്ളാഹിനോട്. നമ്മൾ ഹദ്ദാദ് ചെല്ലുമ്പോൾ പറയലുണ്ട്, പറ റളീനാ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ നബിയ്യാ. സുബ്ഹിക്ക് ശേഷവും അതേപോലെ മഗ്രിബിന് ശേഷമുള്ള ദിക്റുകളിൽ 2 നേരവും ദിക്റുണ്ടാവുമല്ലോ. സുബ്ഹിക്ക് അദ്കാറു സബാഹ്, അദ്കാറുൽ മസാഹ്, സുബ്ഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവുമുള്ള ദിക്റുകളിൽ ഈ ദിക്റ് കാണാൻ കഴിയും. പറയ് റളീനാ ബില്ലാഹി റബ്ബാ, അള്ളാഹുവിനെ ഞങ്ങൾ രക്ഷിതാവായിട്ട് പൊരുത്തപ്പെട്ടിരിക്കുന്നു, വബിൽ ഇസ്ലാമി ദീനാ, ഇസ്ലാമിനെ ഞങ്ങൾ ദീനായിട്ട് പൊരുത്തപ്പെട്ടിരിക്കുന്നു, വബി മുഹമ്മദിൻ നബിയ്യാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾ നബിയായിട്ട് പൊരുത്തപ്പെട്ടിരിക്കുന്നേ. വായ കൊണ്ട് പറഞ്ഞാൽ പോരാ, ഉള്ളുകൊണ്ട് നാം സമ്മതിച്ചുകൊണ്ടിരിക്കണം. കഷ്ടപ്പാടും സങ്കടങ്ങളും വരും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുമ്പോൾ, അല്ലേ, ഓളെയും കുട്ടികളെയും പോറ്റാൻ വേണ്ടി ഗൾഫിലായാലും നാട്ടിലായാലും കഷ്ടപ്പെടുമ്പോൾ വല്ലാത്ത പ്രയാസങ്ങൾ വരും. അപ്പോഴൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം, റബ്ബേ ഇതെൻ്റെ നിയോഗമാണ്, ഇത് നീ എനിക്ക് തന്ന വിധിയാണ്. ഈ ചോര നീരാക്കി വിയർപ്പൊഴുക്കി കഷ്ടപ്പെടുമ്പോഴാണ് എൻ്റെ ചെറുദോഷങ്ങൾ ഈ അധ്വാനം കൊണ്ട് പൊരുത്തപ്പെട്ട് കിട്ടുക. വൈകുന്നേരമാകുമ്പോൾ കിട്ടുന്ന ചില്ലാനവും വരുമാനവും, അതുകൊണ്ട് സാധനങ്ങൾ വാങ്ങി വീട്ടിൽ പോകുമ്പോഴാണ് ആ ഒരു വാങ്ങൽ കൊണ്ട് പച്ചക്കറി വാങ്ങി, പച്ചമീൻ വാങ്ങി, സാധനങ്ങൾ വാങ്ങി കയറിപ്പോകുമ്പോഴാണ് ദീനാറുൻ അൻഫഖ്തഹു ഫീ അഹ്ലിക, ഇതൊക്കെ ഭാര്യയുടെ കയ്യിലേൽപ്പിക്കുമ്പോഴാണ് അത് വലിയൊരു സദഖയായിട്ട് റബ്ബ് തആല എനിക്ക് മാറ്റിത്തരിക. ഇല്ല ഇല്ല, എൻ്റെ ശ്വാസമോ ഉച്ഛ്വാസമോ പടച്ചവനെ, ഞാൻ നിൻ്റെ ഓർമ്മയാണെങ്കിൽ, നിൻ്റെ ഓർമ്മയിലാണെങ്കിൽ വെറുതെയാകൂല്ല. ഈമാനുള്ള മോമിനിൻ്റെ ജീവിതത്തിൽ ഒന്നും വെറുതെയല്ല, ഒന്നും പാഴാകില്ല. അതേസമയം ഈമാനിനെ മാറ്റിവെക്കുമ്പോഴാണ് നഹാറൂക ബത്വാലുൻ വലൈലൂക നായിമോ. വെറുതെ നമ്മളില്ലേ, ഈമാനും തഖ്വയൊന്നും ഇല്ലെങ്കിലില്ലേ, നഹാറൂക ബത്വാലുൻ, നിന്റെ പകല് വെറുതെയാണ്, വലൈലൂക നായിമോ, രാത്രി നീ ഉറങ്ങി തീർക്കുകയാണ്. പകല് വെറുതെ ഇങ്ങനെ പോവുകയാണ്, ജോലിയുണ്ട്, അള്ളാൻ്റെ ഓർമ്മയൊന്നും കൽപ്പിലില്ല, രാത്രിയാകുകയാണ്, ഉറങ്ങുകയാണ്, രാവും പകലും അങ്ങനെ അങ്ങ് പോവുകയാണ്. മനുഷ്യ, നിന്റെ ജീവിതം മൃഗത്തിൻ്റെ ജീവിതം പോലെയാണ്. നമ്മൾ അങ്ങനെ ആകരുത്. ഉള്ളിലിങ്ങനെ രാവിലെ എഴുന്നേറ്റത് മുതൽ അള്ളാൻ്റെ ഓർമ്മയിൽ, അല്ലെ എങ്ങനെയാകുമ്പോഴും, ജോലി ഉണ്ടെങ്കിലും പെരയിൽ വെറുതെ ഇരിക്കുകയാണെങ്കിലും, പെണ്ണുങ്ങൾ അടുക്കള പണി എടുക്കുകയാണെങ്കിലും അള്ളാൻ്റെ ഓർമ്മയിൽ അങ്ങനെ രാത്രിയാകുക. എന്ത് വരുമ്പോഴും, അല്ലേ, അനുഗ്രഹം വരുമ്പോൾ ശുക്ർ ചെയ്യുക, പ്രയാസങ്ങൾ വരുമ്പോൾ, അല്ലേ, അള്ളാഹ്ക്ക് ക്ഷമിച്ച് നിൽക്കുക, അള്ളാഹിൻ്റെ മുമ്പിൽ ക്ഷമിച്ച് നിൽക്കുക. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. വല്ലാത്ത ബന്ധം അള്ളാഹിനോട് ഉണ്ടാകുക പോരാ. വബിൽ ഇസ്ലാമി ദീനാ, ഇസ്ലാമിനോട്, അല്ലെ, ഇസ്ലാമിനെ ദീനായി ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നേ. ഹൃദയത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ്, ഏറ്റവും വലിയ ബന്ധം അള്ളാഹിനോട്, ദീനുൽ ഇസ്ലാമിനോട്, പള്ളിയോട്, മദ്രസയോട്, പള്ളി മദ്രസയിലെ ഉസ്താദന്മാരോട്, മഹല്ല് ജമാഅത്തിനോട്,
ദീനുൽ ഇസ്ലാമിനെ ഹയാത്താക്കുന്ന സംരംഭങ്ങളോടും മജ്ലിസുകളോടും അല്ലേ, അത് നാട്ടിലായാലും ജില്ലയിലായാലും സ്റ്റേറ്റിലായാലും എവിടെയാകുമ്പോഴും ഒരു മാനസികമായ ബന്ധം, ഉലമാഇനോട് ബന്ധം, സയ്യിദന്മാരോട് ബന്ധം, സ്വാലിഹീങ്ങളോട് ബന്ധം. ഇത് ഖാജാ മഈനുദ്ദീൻ ചിശ്തി തങ്ങളെ മാസാണ്. റജബ് 6-നാണ് ഖാജാന്റെ ഉറൂസ്. കൽബിൽ ഇപ്പോഴേ ഖാജാക്ക് ഇങ്ങനെ ഫാത്തിഹ ഓതുന്നൊരു മാനസികാവസ്ഥ. ദീനിനെ ദീനാക്കി തന്ന പൂർവ്വസൂരികളായ ആദം നബി അലൈഹിസ്സലാം മുതൽ അല്ലേ ഈ കാലം വരെ ജീവിച്ച എല്ലാ മഹാന്മാരോടും ഒരു മാനസികമായ ബന്ധം, അള്ളാഹിനോട് ബന്ധം, ദീനുൽ ഇസ്ലാമിനോട് ബന്ധം. ദീനുൽ ഇസ്ലാമിനോട് ഞാൻ പറഞ്ഞാലോ മുസ്ലിമീങ്ങളോടെല്ലാം ബന്ധം. 3 വബി മുഹമ്മദിൻ റസൂലാ, മുത്തറസൂലുള്ളാഹി റസൂലാണെന്ന് പൊരുത്തപ്പെടുന്ന അല്ലേ, മുത്തറസൂലുള്ളാഹി റസൂലായിട്ട് പൊരുത്തപ്പെടുന്ന, ചുരുക്കി പറഞ്ഞാൽ അള്ളാഹിനോടും ദീനിനോടും മുത്തറസൂലുള്ളാഹിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം. അല്ലാഹു തആല നമ്മളെല്ലാവരും കൽബി തരട്ടെ. അമീൻ പറ. ഈ ബന്ധം കഴിഞ്ഞിട്ട് മതി. ഇപ്പോൾ ഇതെല്ലാം വേദ പറയുമ്പോൾ താഴെ നിന്ന് ചില ആളിങ്ങനെ അള്ളയും റസൂലെല്ലാം വേണ്ട പോലെ കൽബി കയറിയാൽ പിന്നെ ഓളയും കുട്ടികളെ ആരാ നോക്കുക, അങ്ങനെ പറയാം. പെണ്ണുങ്ങൾ ചില പറയുന്നത് അതോ എൻ്റെ ഏട്ടത്തിക്ക് ഭയങ്കര പിരാന്ത്, ദീനീ പിരാന്ത്, ഓളെ ദീനീ പിരാന്തിൻ്റെ ഇടയിൽ ഇടയ ബേജാറായിട്ടുള്ളത്. അങ്ങനെയുണ്ട് ചില പെണ്ണുങ്ങൾക്ക് ദീന് കൂടിപ്പോയാൽ പെണ്ണുങ്ങൾക്കും പിരാന്ത്, ആണുങ്ങൾക്ക് ദീന് കൂടിപ്പോയാൽ ആണുങ്ങൾക്കും പിരാന്ത്. ഞാൻ പറഞ്ഞോട്ടെ, അള്ളയും റസൂലും കയറേണ്ട അളവിൽ കൽബിൽ അധികം കയറിയാലില്ലേ, ഇങ്ങോട്ടൊക്കെ ദീനിനോടുള്ള ബന്ധം കയറേണ്ട അളവിൽ കൽബിൽ കയറിയാലില്ലേ ഓളോടുള്ള സ്നേഹം തീരൂല. ഭർത്താവോട് സ്നേഹം കുറയല്ലേ ചെയ്യുക. ഒരു മോന് ഉമ്മാൻ്റെ മുമ്പ് കൈപൊന്തിച്ചിട്ട് ദ്വാ തീരുന്നേ ഇല്ല. ഉമ്മോട്ട് ഒറ്റ കരച്ചൽ, നീ ഇങ്ങനെ ദ്വാരക്കെല്ലാം ചെയ്താൽ പിന്നെ എനിക്കാരാ ചോറ് തരുക. മോനിങ്ങനെ ദ്വാരുന്നു അള്ളാഹിനോട് എത്രയും ദ്വാരക്കാലോ. റജബ് ദ്വാക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ്. അപ്പോൾ ഉമ്മ വന്നിട്ട് ഇങ്ങനെ ഒരിക്കൽ നോക്കി, ചോറ് വിളമ്പിയിട്ടുണ്ട്, ഓൻ വരുന്നില്ല. കുറേ കഴിഞ്ഞ് പിന്നെ ഓനിങ്ങനെയുള്ള അള്ളാഹിൻ്റെ റബ്ബേ ബടിയായി പോയോ, പോയി മുട്ടി നോക്കി മരിച്ചു പോയോ. ദീന് കൂടിയാലുണ്ടല്ലോ ദാ. പിന്നെ ചില പിരാന്തന്മാരുണ്ട്, കുറേ മോതിരയിലിട്ട് കുറേ പച്ചയിലും കൂടി അയൽ പൊട്ടിച്ചിട്ട് ചുമലിലിട്ട് തുണി കുറേ കയറ്റി കൊടുത്ത്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഫാൻസി ബക്കറ്റ് മജുമോ എല്ലാം കൂടി പുരട്ടി ഓക്ക് ഭയങ്കര അടി, ഒരു മണിക്കും പോകില്ല. അങ്ങനെയുണ്ട്. സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കഴുകിയാലും വൃത്തിയാകൂല, പല്ല് മര്യാദക്ക് തേക്കൂല. അതൊരു തന്നെ ചേത്താൻ കൂടലാണ്. ദീന് കൂടിയാലില്ലേ, അല്ല കൽബിൽ കൂടിയാലില്ലേ. മുത്തറസൂൽ എന്താണ്ടറിയോ, ഭാര്യയോട് വർത്താനം പറഞ്ഞിട്ട്. ഒരിക്കലും ഞാൻ കുവൈത്തിലുണ്ടായപ്പോൾ, കുവൈത്തിൽ ഞാനും അത്തിപ്പറ്റ ഉസ്താദും മൂപ്പര് നാട്ടിലേക്ക് ഭാര്യയ്ക്ക് ഫോൺ വിളിച്ചിട്ട് നിർത്തുന്നില്ല. മൂപ്പര് പറയാണ് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ്. ദീന് കൂടിയാൽ ഓളോട് മിണ്ടിയിട്ട് മതിയാകൂല എന്നാണ്. കാരണം എന്താ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈ വയലിൽ കഴിഞ്ഞ് പോയിട്ട് പുരേ പോയിട്ട് ഇവിടെ തന്നെ ഒപ്പിക്കണ്ട, വയലിൽ കഴിഞ്ഞ് പുരേ പോയിട്ട് അള്ളാഹുവിനെ കൽബിൽ നിറച്ചിട്ട് ഓളോട് സംസാരിച്ച് നോക്കിയേ. മിനിഞ്ഞാന്നൊരു സ്ഥലത്ത് മലപ്പുറം ജില്ലയിൽ വയലിന് പോയി. അപ്പം അവിടെ ആണെങ്കിൽ നല്ല സമ്പർക്കമായിരിക്കുമല്ലോ, അറിയാലോ, ഉസ്താദന്മാർ ധാരാളമുള്ള. അപ്പോൾ ഞാൻ ഈ വിഷയം ലില്ലാഹി കരുതി അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഓളോട് സംസാരിക്കണം. വെറും ഇന്ന് സുബഹിസ്കരിച്ചിട്ട് ളുഹർ വരെ ഉണങ്ങിയ മനസ്സുമായിട്ട് ജീവിക്കരുത്. സുബഹി മുതൽ ളുഹർ വരെ നനഞ്ഞ കൽബ്, ളുഹർ മുതൽ അസ്ർ വരെ നനഞ്ഞ കൽബ്, അസ്ർ മുതൽ മഗ്രിബ് വരെ നനഞ്ഞ കൽബ്, ഈമാൻ കൊണ്ട് ആർദ്രമായ, ഈമാൻ കൊണ്ട് പുഷ്കലമായ, ഈമാൻ കൊണ്ട് ഉർവരമായ, ഈമാൻ കൊണ്ട് ശാദ്വലമായ, ഈമാൻ കൊണ്ട് നിത്യഹരിതമായ, ഈമാൻ കൊണ്ട് ജീവനുള്ള കൽബോടെ ജീവിക്കണം. ഓളോട് സംസാരിക്കുമ്പോൾ അള്ള തന്ന ഗിഫ്റ്റല്ലേ എന്ന് ചിന്തിച്ചിട്ട്, കുൽക്കുല്ലും മിൻ ഇന്ദില്ല, ഈ ഓളു അള്ള തന്നതല്ലേ എന്ന് ചിന്തിച്ചിട്ട്, എൻ്റെ റബ്ബ് തന്ന സമ്മാനല്ലേ എൻ്റെ ഓള് എന്ന് ചിന്തിച്ചിട്ട്, എത്ര വയസ്സായാലും ഓളോടിങ്ങനെ അള്ളാഹുവിനോടുള്ള മഹബത്തിൽ ചാലിച്ച്, മുത്തറസൂലുള്ളാഹിയോടുള്ള ഇഷ്ടത്തിൽ ചാലിച്ച് ഓളോട് മിണ്ടണമെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ളൊരു ചൗക്കത്ത്, മഞ്ചേരിക്കാരനാണ്, വേറെ വേറൊരു നാട്ടിലാണ്, അങ്ങോട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ നാട് പറയുന്നില്ല, നോക്കണം. പിന്നെ അപ്പോൾ മൂപ്പര് പറഞ്ഞു, മൂലയിൽ വയൽ പറഞ്ഞാൽ കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ ഓളെ വിളിച്ചു. അപ്പോൾ ഓളി ചോദിച്ചു, അന്ന് ഇന്നൊരു പ്രത്യേകം വിളി പുരയിൽ തന്നെ വരുന്നത് അല്ല, അതിങ്ങനെ ഇവിടുന്ന് ഉസ്താദ് വയത് പറഞ്ഞിരുന്നോ, ഭാര്യ നല്ലോണം നേരിട്ട് കാണൂലെങ്കിലും ഒന്ന് ഫോൺ വിളിച്ചിട്ടെങ്കിലും അള്ളാഹുവിനോടും മുത്തറസൂലുള്ളാഹിനോടുള്ള മഹബത്തിൽ ചാലിച്ചിട്ട് ഓളോട് മിണ്ടണോ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ വിളിച്ചാണെന്ന് നോക്കണം. അങ്ങനെ തന്നെ ഭാര്യ. ഞാനീ പറയുന്നൊന്നും സെക്സ്വൽ എന്ത് പറയുമ്പോഴും അങ്ങോട്ട് കൊണ്ടുപോയി വെക്കരുത്. സെക്സ്വൽ വിഷയമല്ല.
നമ്മുടെ എല്ലാവരോടുള്ള പെരുമാറ്റം, ഓളോട് മാത്രമല്ല, മന്നഹബ്ബലില്ലാഹി വഅഴ്ത്വാലില്ലാഹി വമനലില്ലാഹി, അല്ലേ, എല്ലാം ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. ഈമാൻ പൂർണ്ണാകണമെങ്കിലില്ലേ ഇങ്ങനെ മിണ്ടണം. അപ്പോൾ നമുക്കിതാ ഭാര്യയോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അള്ളാഹിനെ ഇടയിൽ നിർത്തിയിട്ട് അള്ളാഹുവിന് വേണ്ടി അങ്ങനെ ആകുമ്പില്ല എന്നുണ്ടാകുന്നറിയോ, ഭാര്യയിൽ എന്തെല്ലോ കുറവുണ്ടാകും, അത് സഹിക്കാനുള്ളൊരു മനസ്സുണ്ടാവും. നമ്മളൊരിക്കലും സുബഹി നിസ്കരിച്ചിട്ട് ളുഹർ വരെ തഹല്ലുലാകേണ്ടവരല്ല. ഒരു മുഅ്മിനിന് തഹല്ലുലില്ല. റബ്ബിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന നമുക്കൊരു സുഖമുണ്ട്. വേല നിൽക്കുമ്പോൾ ഇതെത്ര മിനിറ്റ് നീണ്ടു നിൽക്കുമെന്ന് ചിന്തിക്കുക. മങ്കൂസ് മോളിന് പോയിട്ടിരുന്നാൽ ഇതെപ്പോൾ തീർന്ന് കിട്ടുകയാണ്. നമ്മളെ നിസ്കരിക്കാൻ കിട്ടിയത് ആലോചിക്കൽ, സലാം എപ്പോൾ വീട്ടുകയാണ് നല്ല ചിന്തിക്കൽ. അത് ഈ നിസ്കാരം ഇങ്ങനെ അനുഭവിക്കണം, എൻജോയ് ചെയ്യണം എന്ന് ആലോചിക്കുന്നില്ല. രാവിലെ എഴുന്നേറ്റാലില്ലേ, ദുഃഖമായാലും സന്തോഷമായാലും, കീസിൽ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, രോഗമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും, രാത്രി കിടക്കുന്നത് വരെയുള്ള ബോധമുള്ള സമയം മുഴുവനും അല്ലാഹ് പറയ്, അല്ലാഹ് പറയ്, ഉറക്കെ പറയ്. ആടെത്തുമ്പോൾ അല്ലാഹ് പോവുക. കണ്ണൂർ ജില്ലക്കാർക്ക് അള്ളാഹിനെ വിളിക്കുമ്പോൾ ആലക്കാട് ഒഴികെ ഇവിടുന്ന് വന്നത് നിങ്ങൾ അല്ലാന്ന് വിളിക്കൂല. പിന്നെ നിങ്ങൾക്ക് നരകിച്ച് വിളിക്കുന്നൊരു വിളിയില്ലേ, അല്ലോന്ന്, അതാ വിളിക്കുക. സ്വന്തം ഓളെ വിളിക്കുമ്പോൾ നല്ലോണം സമീറ ജാസ്മിനെ എന്നെല്ലാം വിളിക്കും. അള്ളാഹിനെ വിളിക്കുമ്പോഴോ അല്ലോന്നായി പോവുക, നരകിച്ചിട്ട് വിളിക്കുക. ഞാൻ പറഞ്ഞോട്ടെ, ഹൃദയം തട്ടി സ്നേഹത്തിൽ ചാലിച്ച് എത്ര ക്ഷീണിച്ച് കിടക്കുന്ന മനുഷ്യനെ ഒന്ന് ഉണർത്തുന്ന വാക്കാകണം. കാരണം എല്ലാ ക്ഷീണവും മാറ്റുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ. ലാ ശിഫാ ഇല്ലാ ശിഫാഉക്. ഒന്നെല്ലാവരും പറഞ്ഞാൽ ഞാൻ പറയല്ല, ഇത് മുത്ത് റസൂലുള്ളാഹി പറഞ്ഞ വാക്കാണ്. അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ്, അല്ലേ, റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ്, ലാ ശിഫാ ഇല്ലാ ശിഫാഉക്. നിന്നിൽ നിന്നല്ലാതെ, നിന്റെ ശിഫയല്ലാതെ വേറൊരു ശിഫയില്ല. എന്ത് തരണമെങ്കിലും അല്ല തരണ്ടേ. എത്ര ക്ഷീണത്തിലും മനുഷ്യന് ആക്ടിവിറ്റി നൽകുന്ന, എനർജി നൽകുന്ന, സ്റ്റാമിന നൽകുന്ന, ഉത്തേജനം നൽകുന്ന, ഉണർവ് നൽകുന്ന, ഊർജം നൽകുന്ന, കരുത്തു നൽകുന്ന, ശക്തി പകരുന്ന ഒരേ ഒരു വാക്ക് പറ, അല്ലാഹ് പറയ്, അല്ലാഹ്. സുബഹി കഴിഞ്ഞിട്ടൊരു സലാം വീട്ടലില്ല. സുബഹി കഴിയലോടുകൂടെ തീർന്നു പോകുന്നതാകരുത് റബ്ബിനോടുള്ള ബന്ധം. അത് ളുഹർ വരെ നീണ്ടു നിൽക്കണം, പോരാ. ളുഹർ കഴിഞ്ഞിട്ടൊരു തഹല്ലുലില്ല. അസ്ർ വരെ ആ ബന്ധം, ആത്മബന്ധം നീണ്ടു നിൽക്കണം. മുഅ്മിനെ, ബോധത്തോടെ കഴിയുന്ന നേരം മുഴുവനും നിന്റെ ഖൽബിൽ നിറഞ്ഞ വികാരമായി, ഓർമ്മയായി ഉണ്ടാകേണ്ടത് അല്ലാഹ്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ, നിന്നിട്ടും അല്ലാഹുവിന്റെ ഓർമ്മ, വഖുഊദൻ, ഇരുന്നിട്ടും അല്ലാഹുവിന്റെ ഓർമ്മ, പിന്നെ വഅലാ ജംബിഹിം, കിടന്നിട്ടും അല്ലാഹുവിന്റെ ഓർമ്മ. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയാകുമ്പോഴും, അല്ലെ, പ്രിയപ്പെട്ട ഭാര്യയുടെ മാറിടത്തിലാണ്. ഭൗതിക ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ, സമ്മോഹനമായ, മധുരോദാത്തമായ സുഖമനുഭവിക്കുന്ന സംയോഗത്തിൻ്റെ സമയമാണ്. അപ്പോഴും അല്ലാഹുവിന്റെ ഓർമ്മ. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാന വജന്നിബി ശൈത്വാന ഫീമാ റസഖ്തനാ. ഇൻസാലിൻ്റെ നേരത്തും ലൈംഗിക ബന്ധത്തിൻ്റെ, സംയോഗത്തിൻ്റെ, സംസർഗത്തിൻ്റെ, സംബന്ധത്തിൻ്റെ സമ്മോഹനമായ ഉച്ചസ്ഥായിയിൽ നീ നിൽക്കുമ്പോഴും അള്ളാന്റെ ഓർമ്മ. അൽഹംദുലില്ലാഹില്ലദീ, അല്ലെ, ഇൻസാലിൻ്റെ നേരത്തൊരു മുഅ്മിനിൻ്റെ നാവിൽ വരണം. ഇൻസാലിൻ്റെ നേരത്ത്, ബീജസ്ഖലനത്തിൻ്റെ നേരത്ത്, ശരിക്കും കേൾക്കണേ, ബീജസ്ഖലനത്തിൻ്റെ നേരത്ത് ആണിൻ്റെയും പെണ്ണിൻ്റെയും നാവിൽ വരണം. അൽഹംദുലില്ലാഹില്ലദീ ജഅല ഖലഖ മിനൽ മായി, പറ അൽഹംദുലില്ലാ, പറയ് അൽഹംദുലില്ലാഹ്. അള്ളാനെ മാറ്റി വെച്ചിട്ട് എങ്ങട്ടാ യാത്ര? അല്ല, ഒരു തെങ്ങിൻ്റെ മേലേക്ക് കയറിയാൽ താഴേക്ക് ഇറങ്ങാതെ രക്ഷയില്ലല്ലോ. ഒരു കവുങ്ങിൻ്റെ മേലേക്ക് കയറിയാൽ താഴേക്ക് ഇറങ്ങാതെ രക്ഷയില്ലല്ലോ. ആലക്കാട് നിന്ന് തളിപ്പറമ്പിലേക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് യാത്ര പോയാൽ മടങ്ങി വരാതെ രക്ഷയില്ലല്ലോ. മനുഷ്യ, നീ മടങ്ങിപ്പോകുന്നത് എങ്ങോട്ടാണ്? സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദതി വൽ ഖൈലിൽ മുസവ്വമ വൽ അൻആമി വൽ ഹർഥി ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയാ.
ഈ സാധനങ്ങളോടെല്ലാം ബന്ധമില്ലേ? ആ ദുനിയാവിൻ്റെ ചരക്കുകളാണ്. മനുഷ്യരെ റബ്ബ് തആല അല്ലേ, മനുഷ്യരെ അല്ലാഹു തആല ബന്ധിപ്പിച്ചു. എന്താ പറഞ്ഞേ? മിനൽ നിസായി, പെണ്ണുങ്ങളാലും, വൽ ബനീന, ഭാര്യമാരാലും, വൽ ബനീന, മക്കളാലും, വൽ ബനീന, മക്കളാലും, വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫില്ലതി, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങളാലും, വൽ ഖൈലിൽ മുസവ്വമതി, മെച്ചപ്പെട്ട കുതിരയായാലും അല്ലേ. ഇതൊക്കെ ദുനിയാവിലുള്ളതാ. വണ്ടി, വീട്, സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ്, ഇതൊക്കെ ഉണ്ട്, വേണം, ഇതൊക്കെ വേണം. പക്ഷേ 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 ഇതൊക്കെ ദാലിക മതാഉൽ ഹയാത്തി, എൻ്റെ കൂടെ പറഞ്ഞേ, ദാലിക മതാഉൽ ഹയാത്തി ദുനിയാ, ഇതൊക്കെ ദുനിയാവിൻ്റെ ചരക്കാണ്. ഇതിൻ്റെ ഒരു കുഴപ്പം എന്താ അറിയോ? ഇതൊക്കെ ഇല്ലാണ്ടാവും അല്ലേ? അല്ലേ, ഒന്ന് ഓതിയ കുല്ലുമൻ അലൈ, ഓത് കുല്ലുമൻ അലൈഹാ ഫാൻ, ഇതൊക്കെ നശിച്ചു പോകുന്നതാണ്. എപ്പോളെ കാണുമ്പോൾ ചിന്തിക്കണം, അള്ളാഹ് തന്നതാണ്. ഒരു ദിവസം ഒന്നുകിൽ ഓള് അല്ലെങ്കിൽ ഞാൻ പോണ്ടി വരും, എടുക്കൂല. ലികുല്ലി ജിത്തിമാഇൻ മിൻ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ ഖബറടക്കം ചെയ്ത് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പുരയിൽ വന്ന് സയ്യിദുന ഹസൻ ഹുസൈൻ എന്ന രണ്ട് മക്കളെ കണ്ടുകൊണ്ട് സങ്കടത്തോടെ പറഞ്ഞതാണ്, ലികുല്ലി ജിത്തിമാഇൻ മിൻ ഖലീലൈനി ഫുർഖത്തുൻ, രണ്ടുപേരൊരുമിച്ച് കൂടിയാൽ ഒരാൾ പിരിഞ്ഞു പോകണം. ഒന്നിച്ചെപ്പോഴുണ്ടാവോ? ഒരേ ഖബറിൽ. നമ്മളിന്നിപ്പോൾ ദുനിയാവിൽ ഇങ്ങനെ ഓളെ കാണുമ്പല്ലോ എന്നും ഉണ്ടാകണേനും പഠിച്ചോനെ, ഭാര്യയ്ക്കുണ്ടാവും ആഗ്രഹം ഭർത്താവെന്നും കൂടെ ഉണ്ടാകണമെന്ന്. പലപ്പോഴും ഭാര്യമാർ ഭർത്താക്കളോട് പറയാറുണ്ട്, നിങ്ങൾ മരിക്കും മുമ്പേ ഞാൻ മരിച്ചു പോകണം. അപ്പോൾ ഭർത്താവ് പറയാറുണ്ട്, നീ പോകും മുമ്പേ ഞാൻ പോകണം. അങ്ങോട്ടിങ്ങോട്ടും കരയാറുണ്ട്. മോമിനെ, ദുനിയാവിലുള്ള സംബന്ധങ്ങളൊന്നും ശാശ്വതമല്ല. മക്കളെ കാണുമ്പോൾ ഒരുപാട് കാലം മക്കളായി, പേരമക്കളായി, മക്കളുടെ കളകൂജം അല്ലേ, മക്കളെ സ്നേഹകുതൂഹലങ്ങൾ കേട്ട്, പേരമക്കളുടെ കളകൂജനങ്ങൾ കേട്ട്, കുടുംബത്തിൻ്റെ സുഗന്ധവും സാന്നിധ്യത്തിൻ്റെ മധുരവും നുണഞ്ഞ്, ഉപ്പയായി, ഉപ്പാപ്പയായി, അതിൻ്റെ മേലെ ഉപ്പുപ്പയായി, മൂന്നാം ഉപ്പയായി കഴിയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇല്ല ഇല്ല, എത്ര വാല് പറഞ്ഞിട്ടെന്താ, വാല് കഴിയലോടെ പിന്നെയും മനസ്സങ്ങ് ഉണങ്ങിപ്പോകല്ലേ. ഒത് ദാലിക മതാഉൽ, ഒത് ദാലിക മതാഉൽ ഹയാത്തി ദുനിയാ, ഇതൊക്കെ ദുനിയാവിൻ്റെ ചരക്കാണ്. സുബഹിയുടെ മുമ്പ് നമ്മളിങ്ങനെ ഓളയെടുത്ത് കിടന്നുറങ്ങുമ്പോൾ, ഭാര്യയുടെ ചൂടേറ്റ് മയങ്ങുമ്പോൾ, ജനാപത്തുകാരനാണെങ്കിലും മരം കോച്ചുന്ന തണുപ്പത്തും ആലോചിക്കണം, ഇല്ല ഇല്ല, ഈ ചൂടും ഈ സ്നേഹബന്ധവുമൊന്നും ശാശ്വതമല്ല. എനിക്കെൻ്റെ റബ്ബ് തആല മാത്രമേ ഉണ്ടാകൂ. ചാടി അങ്ങ് എഴുന്നേൽക്കാൻ കഴിയണം. മരം കോച്ചുന്ന തണുപ്പായാലും, ചുട്ടുപൊള്ളുന്ന ചൂടായാലും, കോരിച്ചൊരിയുന്ന മഴയായാലും, 4-4:15 എഴുന്നേറ്റൊന്ന് കുളിച്ചിട്ട് ഫ്രഷാകണം. 2 റകഅത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിച്ചിട്ട് തഹജ്ജുദിൻ്റെ നേരം മുതൽ അള്ളാഹിൻ്റെ കൂടെ കൂടണം. ലഅല്ലകും തുൻജൂന മിൻ അദാബിൽ ഖബരി, ഈ തഹജ്ജുദ് കൊണ്ടുവേണം ഖബറിലുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ. റബ്ബ് തആല നമുക്ക് ബോധം നൽകട്ടെ. അപ്പോൾ ഒഴിഞ്ഞിരിക്കുമ്പോൾ ഇതൊന്നും, ഇന്നിപ്പോൾ നമ്മൾ അള്ളാഹിനെ അധികം മറന്നു പോകുന്നതെന്നറിയോ? കുറേ ചങ്ങാതിമാർ കൂട്ടുകാരാ എല്ലാവരും ആപ്പാ അങ്ങോട്ടോ, അങ്ങനെ ഉസ്താദന്മാരെ ശീലിപ്പിക്കുകയത്, പിന്നെ ഇവരിടുകയും ചെയ്യില്ല. നിങ്ങൾ ഉസ്താദ്, ഞാൻ ഉസ്താദ്, എന്തെങ്കിലും എനിക്കും ആകൃതി കിട്ടണ്ടേ? എല്ലാവരും ഇട്ട് കൊടുക്കണേ. അതിൻ്റെ പുറമെ എന്തെല്ലോ ചില നല്ല നീയാത്തുകൾ ഈ വേദിൻ്റെ വേക്കിലുണ്ട്. ചിരിക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് ഞാൻ ഉസ്താദിനോട് ചോദിച്ചാൽ, എന്നോട് പൈസയോ അല്ലെങ്കിൽ കുഞ്ഞാമതോ സെക്രട്ടറിയോ പ്രസിഡന്റ് ഒന്നും പറഞ്ഞില്ല. എന്നാലും എന്തോ നീയത്തുണ്ട്. വരുമ്പോൾ റിയാസ് ഉസ്താദിനോട് ചോദിക്കാൻ മറന്നുപോയി. എന്തെല്ലോ നീയത്തുണ്ട്. അപ്പോൾ ആ നീയത്ത് പൂർത്തി, എനിക്കറിയാലോ നീയത്ത്, എനിക്കറിയില്ല. എല്ലാവരും നല്ല പോലെ വാള് കഴിയുമ്പോഴത്തേക്ക് കൊടുക്കാൻ കഴിയുന്ന തുക എഴുതിയിട്ട് 5000, 10,000, 25,000 എല്ലാ ഈ പുതിയ നമ്മളില്ലേ, കഴിഞ്ഞ 1400 കൊല്ലം, 100 കൊല്ലമൊന്നുമല്ല, 1400 കൊല്ലം ഒരു പരിക്കില്ലാതെ ജീവിച്ചു പോയത് കൊല്ലത്തിലെ വാലിൽ സഹോദരിമാരെന്തെങ്കിലും കൊടുക്കും, സഹോദരന്മാരും കൊടുക്കും, ഉസ്താദന്മാർ മനസ്സിൽ തട്ടിയിട്ട് ദ്വാരക്കും. ഒരു കൊല്ലത്ത് ഇപ്പോഴല്ല, ഈ മാസം മജ്‌ലിസിനൂറൊക്കെ വന്നേ. പണ്ട് കൊല്ലത്തിലുള്ളൊരു വയലാണ്. നമുക്കുള്ള ഒരുപാട് പ്രയാസങ്ങൾ അതുകൊണ്ട് ഒഴിഞ്ഞു പോകലുണ്ട്. അതുകൊണ്ട് വയൽ കഴിഞ്ഞ എൻ്റെ ഇനി ദിവസമുള്ള വയൽ നാളുണ്ടാ, നാളെയാ നാളെ തീരാ, നമ്മളെ തങ്ങൾ. അപ്പോൾ നാളെ തീരാണ്. അപ്പോൾ എല്ലാവരും വയലിൽ നാളത്തേക്ക് എഴുതാൻ കഴിയുന്നൊരു തുക
അതെ കൊടുത്തനാ മഞ്ഞ കവർ കൊടുത്തേ മഞ്ഞ മഞ്ഞ കാണുമ്പോൾ പഴയ 313 ഓർമ്മ വരും. അതുകൊണ്ട് പറഞ്ഞേ 313 ഇപ്പം ഇല്ല. കൊടുക്കാൻ കഴിയുന്ന പരമാവധി തുക, ഒന്നുമില്ലെങ്കിൽ കൊടുക്കണ്ട. ഇൻഷാല്ലാ കൊടുക്കാൻ കഴിയുന്നതൊക്കെ അത് പിന്നെ നിങ്ങളോട് പറയണ്ടല്ലോ, അല്ലെങ്കിൽ കൊടുക്കുമല്ലോ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഇൻഷാല്ലാ നമ്മളെ മനസ്സില്ലേ എവിടെയും ദുനിയാവ്, അത് ഞാൻ പറഞ്ഞേ തുടക്കത്തിൽ പറഞ്ഞതിനെ പിന്നെയും പറയാം. മാസങ്ങൾ കൊല്ലം കഴിയുന്ന മരവിച്ചു പോകരുത്. നാവ് കൊണ്ട് ദിക്ർ വല്ലാണ്ടൊന്നും ചൊല്ലാനാകുന്നില്ലെങ്കിലില്ലേ ഈ ഒരു വികാരമില്ലേ, എൻ്റെ അള്ളാഹു ഒന്ന് പറഞ്ഞ എല്ലാവരും ഒന്ന് പറഞ്ഞേ എൻ്റെ അള്ളാഹു, എൻ്റെ ദീനുൽ ഇസ്ലാം, എൻ്റെ റസൂലുള്ളാഹി, എൻ്റെ പള്ളി, എൻ്റെ മദ്രസ, ഇതിങ്ങനെ എൻ്റെ അള്ളാഹു നമ്മൾ മുത്തക്കല്ലിമിൻ്റെ യാഗ് ചേർത്തിട്ട് പറയാത്തൊരു സാധനം അള്ളാഹു തആല. ബാക്കി എൻ്റെ ഓള് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ, പറയൂലേ എൻ്റെ ഓള് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ കുട്ടികളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാടോ പിടിപൊട്ടിയതാ എന്താ? എൻ്റെ ഓള് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ കുട്ടികളെന്ന് അതൊരു ബും 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 വെച്ചേക്കുന്നത് വേറെ. അതാ അൽഹംദുലില്ലാ കുഴപ്പമില്ല. ഞാൻ വെച്ചിരുന്നാലും കൊണ്ടുവന്നാ വേണം. എൻ്റെ ഓള് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ കുട്ടികളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഇല്ലേ. അങ്ങനെ തന്നെ പെണ്ണുങ്ങൾ എൻ്റെ കുട്ടികൾ ഉപ്പ. ഇപ്പം പേരെന്നെ വിളിക്കല്, ഇപ്പം പച്ചിക്ക എന്നൊക്കെ പണ്ട് കാലത്ത് ഞാനെല്ലാം വിളിക്കല്. എൻ്റെ കുട്ടികൾ ഉപ്പ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ പറമ്പ്, ഇതെല്ലാം പറയും എൻ്റെ അള്ളാഹു എന്ന്. അത് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഈക്കുന്ന കൂട്ടത്തിൽ ആൾ ചോദിക്കും അന്ന് അങ്ങനെ പറയണമെന്ന് കിതാബിലുണ്ടോന്ന്. എൻ്റെ അള്ളാന്ന് പറഞ്ഞാൽ പോരെ, നമ്മൾ തന്നെ അള്ളയല്ലേ, പിന്നെ വേറെ അള്ളയല്ലല്ലോ. ഞാൻ പറയട്ടെ, മുത്ത് റസൂലുള്ളാഹി പഠിപ്പിച്ച അങ്ങനെയല്ല. എന്താ അല്ലാഹുമ്മ അൻത റബ്ബി സയ്യിദുൽ ഇസ്തിഗ്ഫാർ മഗ്‌രിബിന് ശേഷം ചൊല്ലണം, സുബഹിക്ക് ശേഷം ചൊല്ലണം. ഇസ്തിഗ്ഫാറിൻ്റെ സയ്യിദ്, ഇസ്തിഗ്ഫാറിൻ്റെ കൂട്ടത്തിലെ ഏറ്റവും മുന്തിയ ഇസ്തിഗ്ഫാറിൻ്റെ പേരാണ് അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി അന അബ്ദുക വഅന അലാ അഹദിക വഅഹദിക മസ്തതഉതു. ആ പരിശുദ്ധ ദിക്ർ തുടങ്ങുന്നതിന് എങ്ങനെയാണ്? അൻത റബ്ബി, നീ എൻ്റെ രക്ഷിതാവാണെന്ന് പറഞ്ഞിട്ട്. ഒരുപാട് ദിക്റുകളിൽ ഇങ്ങനെ കാണാൻ കഴിയും. ഖുർആനിൽ എത്ര സ്ഥലത്താ അമ്പിയാക്കന്മാർ പറയുന്ന ഇന്ന റബ്ബി ഖരീബും മുജീബ്. സൂറത്ത് ഹൂദ് എടുത്തു നോക്കിയാൽ ചില ആയത്തുകളുടെ അവസാനമൊക്കെ എങ്ങനെയാണ് ഇന്ന റബ്ബി എന്ന്, എൻ്റെ രക്ഷിതാവ് എന്ന്. നമ്മൾ അങ്ങനെ പറഞ്ഞ് ശീലിക്കണം. ഹാദാ റഹ്മത്തും മിർ റബ്ബി എന്ന് അൽ കഹ്ഫിൽ കാണാൻ കഴിയും. എൻ്റെ രക്ഷിതാവിൻ്റെ റഹ്മത്താണെന്ന്, എൻ്റെ അള്ളാഹ് എന്ന് പറഞ്ഞ് ശീലിക്കണം. അത് രാവിലെ മുതൽ ഓളെ കാണുമ്പോൾ ഭർത്താവ് എൻ്റെ അള്ളാഹു തന്ന, മെല്ലെ പറഞ്ഞാൽ മതി, ഓള് കേൾക്കണ്ട. എൻ്റെ അള്ളാഹു തആല തന്നൊരു സന്തോഷം, അൽഹംദുലില്ലാ. ഓളെ കാണുമ്പോൾ എല്ലാവരും ശുക്ർ ചെയ്താലില്ലേ ഓള് മരിച്ചു പോവില്ല. ഭർത്താവിനെ കാണുമ്പോഴല്ല എൻ്റെ റബ്ബ് തആല തന്നൊരു നിഅമത്ത്. അങ്ങനെ ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും. ശുക്ർ തീരെ ഇല്ലാഞ്ഞിട്ടാണ് നമുക്ക് കുറേ നാശം വരുന്നത്. മരിക്കേണ്ടടുത്ത് മരിക്കും കേട്ടോ. എന്നാലും ഭർത്താവിനെ കാണുമ്പോഴെല്ലാം ഉള്ളിൽ എൻ്റെ റബ്ബ് തആല തന്നൊരു സന്തോഷം, ഒരു സൗഭാഗ്യം. മക്കൾ സ്കൂളും വിട്ട് വരുന്ന കാണുമ്പോൾ ആരെങ്കിലും അൽഹംദുലില്ലാ എന്ന് പറയലുണ്ടോ? എന്ത് പറയൽ? ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വൈകുന്നേരം കേട്ടതാ ക്രിസ്മസിൻ്റെ പൂട്ടി, ഇനി 10 ദിവസമുള്ളൊരു ഇടങ്ങേറ് കുട്ടികളെ കൊണ്ട്. എത്ര ഇതാ ചിരിക്കുന്ന പെണ്ണുങ്ങൾ, ഇതെത്ര പറഞ്ഞായിരിക്കുന്നറിയോ? കുട്ടികളെ കാണുമ്പോൾ കുട്ടികൾ കളിച്ചോട്ടെ, കുട്ടികളല്ലേ, നമ്മൾ ഇതിനേക്കാളും വലിയ കളി പണ്ട് കളിച്ചിട്ടുണ്ടാവും, അത് ഓർമ്മ ഉണ്ടാവില്ല. കുട്ടികളെ കാണുമ്പോൾ അൽഹംദുലില്ലാ വമാ ബിക്കും മിൻ നിഅമത്തിൻ, ഓത് ഹദീസാണ്, ഓത് എല്ലാം ആയത്തല്ലത്, ആയത്തല്ലേ ഓർമ്മയില്ല. അതായത് പറയും വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, ഓത് വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, ഹദീസല്ലേ വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. ഓരോ നിഅമത്തും റബ്ബിൽ നിന്നുള്ളതാണ്. ഓളെ കാണുമ്പോൾ അള്ളാഹ് എങ്ങനെ ഓർമ്മ വരിക. ചില ആൾ പറയലുണ്ട് ഉസ്താദേ നിങ്ങൾ പറഞ്ഞെല്ലാം ശരിയാ, ഓളെടുത്തെത്തിയാൽ പിന്നെ ഇതെല്ലാം മറന്നു പോകുകയാണെന്ന്. ഇത് റബ്ബിനെ ടച്ച് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് രാത്രി ഇതാ പുരയിലെത്തിയാൽ അള്ളാഹിൻ്റെ ഓർമ്മ പെരുന്നാളാക്കി ക്രിസ്തീയ സഹോദരന്മാരുടെ സ്നേഹപ്പെരുന്നാളിൻ്റെ വിളംബരം മുഴക്കിയുള്ള ഘോഷയാത്ര പോകുകയാണ്. ഹൃദയത്തിൽ അള്ളാഹുവോടുള്ള സ്നേഹ വികാരത്തിൻ്റെ അല്ലേ, അതിൻ്റെ ഒരു വിനിമയമായി നമ്മുടെ ഓളോടും കുട്ടികളോടുള്ള വർത്താനം ഇന്ന് രാത്രി മാറണം. അള്ളാഹുവിൽ ചാലിച്ച് റബ്ബിൻ്റെ ഓർമ്മയിൽ ചാലിച്ചിട്ടുള്ള സംസാരം മതിയാകരുത്. സംസാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് മതിയാകരുത്. ഇവിടുത്തെ ഹിന്ദുക്കളെ കാണുമ്പോൾ, ക്രിസ്ത്യാനികളെ കാണുമ്പോൾ അല്ലേ, മനുഷ്യരെല്ലാവർ
മദീനയിൽ ജൂതന്മാരുണ്ടായിരുന്നു. ആ ജൂതന്മാരോട് മുത്ത് റസൂലുള്ളാഹി പെരുമാറിയിരുന്നത് സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, സഹാനുഭാവത്തിൻ്റെ, മാനവിക മൂല്യങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ടുള്ള പെരുമാറ്റമായിരുന്നു. സ്വഹാബത്ത് പെരുമാറിയിരുന്നത് അങ്ങനെയായിരുന്നു. 1400 കൊല്ലം കേരളത്തിലെ മുസ്ലിമീങ്ങൾ അല്ലെ, മമ്പുറം തങ്ങളുടെ കൂടെ ഒരു കോന്തുനായരുണ്ടായിരുന്നു. സാമൂതിരി രാജാവിൻ്റെ കൊട്ടാരത്തിനകത്ത് മങ്ങാട്ടച്ചനും കുഞ്ഞായൻ മുസ്ലിയാരും സുഹൃത്തുക്കളായിരുന്നു. വാവർ വലിയുള്ളാഹിയും അയ്യപ്പസ്വാമിയും. ഇതൊന്നും ഞാൻ പറയല്ല, മഹാനായ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദ 60ാം വാർഷിക സമ്മേളനത്തിൽ 985 കോഴിക്കോട്ട് കടപ്പുറത്ത് ചേർന്ന സമ്മേളനത്തിൽ വെച്ച് ശംസുൽമാന്റെ പ്രസംഗം നേരിട്ട് കേട്ടതാണ്. ആ പ്രകാശിക്കുന്ന മുഖം കണ്ണുകൊണ്ട് കണ്ടതാണ്. അത് റബ്ബ് തആല തന്ന വല്ലാത്തൊരു നിഅമത്താണ്. അൽഹംദുലില്ലാഹ്. അവിടുന്ന് പറയാറുണ്ടായിരുന്നു, കേരളീയമായ മാതൃക. ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും 1400 കൊല്ലം, ഒരു 100 കൊല്ലത്തിന് ഇങ്ങോട്ടോ 50 കൊല്ലത്തിന് ഇപ്പുറോ അല്ല, 1400 കൊല്ലം. അതാണ് അതിന്റെ പിന്തുണ തുടർച്ചക്കാരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും ശേഷം വന്ന എല്ലാ സംഘടനാ സംവിധാനങ്ങളും. കേൾക്കണേ, ഉള്ളിൽ അള്ളാഹ് നിറഞ്ഞാൽ, ഉള്ളിൽ മുത്ത് റസൂലുള്ളാഹി നിറഞ്ഞാൽ, മനുഷ്യരെ കണ്ടാൽ മാത്രമല്ല ജീവജാലങ്ങളെ കണ്ടാലും അള്ളാന്റെ ഓർമ്മ. ഏത് ജീവിയെ കണ്ടാലും ഭക്ഷണം കൊടുക്കാനുള്ള താല്പര്യം. അത് പറവകളായാലും ഈയാമ്പാറ്റകളായാലും ഇഴജന്തുക്കളായാലും. ആദൂർ എന്നൊരു സ്ഥലമുണ്ട് കാസർഗോഡ് ജില്ലയിൽ. ആറ്റൂത്തങ്ങൾ എന്ന് പറഞ്ഞൊരു തങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ കഴുതയുണ്ടായിരുന്നു, കുതിരയുണ്ടായിരുന്നു, ധാരാളം കോഴികളും ആടുകളും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. രാവും പകലും അദ്ദേഹം ജീവിച്ചിരുന്നത് ഈ ആടുകളുടെയും കോഴികളുടെയും കൂടെയായിരുന്നു. കച്ചവടത്തിന് വേണ്ടിയിട്ടല്ല, എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കുമായിരുന്നു. അവരുറങ്ങുന്നതിന്റെ തൊട്ടടുത്തായിരുന്നു ആറ്റുത്തങ്ങളും ഉറങ്ങിയിരുന്നത്. ഓരോ നേരവും വെച്ച് വിളമ്പിയിട്ട് ഭക്ഷണം ഈ ജീവജാലങ്ങൾക്ക് ഇങ്ങനെ കൊടുത്തിട്ട് കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി ഇല്ലേ, അതായിരുന്നു മഹാനുഭാവന്റെ ത്വഅത്ത്. ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ. മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴാണ് ആഖിറത്തിൽ നമുക്കുള്ള ദറജ കൂടുക. ഉഅ്ബുദുർ റഹ്മാൻ വഅത്ഇമുത് ത്വആം വലാനുൽ കലാം കേൾക്കണേ, ഉഅ്ബുദുർ റഹ്മാൻ, നിങ്ങൾ അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യണേ. പോരാ, നിങ്ങൾ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകണേ. ഉറുമ്പിന് വെച്ചു കൊടുക്കുന്ന പഞ്ചസാരയില്ലേ, അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി ഉസ്താദ് പറയാറുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു ദിവസം ഭക്ഷണം കൊടുക്കാൻ ചാൻസ് കിട്ടിയില്ലെങ്കിൽ സ്വന്തം പുരക്കുള്ളവർക്ക് മാത്രമല്ല, പുറത്തുള്ള ഒരാൾക്കെങ്കിലും ഒരു ദിവസം ഭക്ഷണം കൊടുക്കണം. ഇന്നിപ്പോ മദ്രസയിലെ ഉസ്താദുമാർക്ക് വരെ ചില പുരയിൽ വിളിച്ചു ചോദിച്ചാൽ പറയൂ, ആവൂല, ഭയങ്കര മുട്ടുവേദനയാണ്, വേണമെങ്കിൽ പൈസ തരാൻ. കൊടുക്കൂല. ആ സ്വന്തം പുരക്കും തന്നെ തിന്നില്ല. 3 നേരം. ഒരു നേരം എങ്ങനെയെങ്കിലും പാർസലാവും, 2 നേരം തിന്നും. പാർസൽ സർവീസിന്റെ ഹോട്ടലിൽ ഇപ്പൊ ഇങ്ങോട്ട് വരത്തല്ല, ആൾക്കാർ ഇത് വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് പോക്കാൻ ഒരേ പോക്ക്. ഇതിങ്ങനെ തിന്നിട്ട് പല വിധത്തിലുള്ള അസുഖങ്ങൾ. പുരയിൽ അടുക്കള എന്ന് പറഞ്ഞാല് സ്റ്റാർ ഹോട്ടലിന്റെ കക്കൂസ് പോലെ ഡ്രൈ ആക്കി വെക്കണം, ഉണക്കിയിട്ട് വെക്കണം. ഒരു പണി എടുക്കൂല. ചോദിച്ചാൽ പറയാം ഓക്ക് മുട്ടുവേദന. ഏത് കാലത്താ ഓക്ക് മുട്ടുവേദന? ഇയാക്കോ അതിന്റെ മറ്റേ വേദന, മനോവേദന. ഭക്ഷണം സ്വന്തം ഉണ്ടാക്കിയിട്ട് തിന്നണം. 2, മറ്റുള്ളവരെ തീറ്റിക്കണം. ഇന്ന് കുറേ പല വിധത്തിലുള്ള രോഗങ്ങളില്ല, ഇല്ലാതാവും. വേങ്ങര കോയപ്പപ്പ എന്നൊരു മഹാനുണ്ടായിരുന്നു. ചെറുശ്ശേരി ഉസ്താദ് അടക്കമുള്ള ഉസ്താദ്മാര് സമ്മതിച്ച മഹാനായിരുന്നു. കാക്കക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. മഹാനുഭാവനെ കാണലോടെ കാക്കകൾ വരും. കാക്കകൾക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുക്കും. കേൾക്കണേ, കിഴിശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ എന്നൊരു മഹാനുണ്ടായിരുന്നു. തൃപ്പനച്ചി ഉസ്താദ് എന്നും കിഴിശ്ശേരി ഉസ്താദ് എന്നൊക്കെ വിളിക്കും. കിഴിശ്ശേരി ഉസ്താദ് വഫാത്തായ അന്ന് എനിക്ക് ഒരേ ഫോണാ. കാരണം ഞാനാ മരിച്ചത് വിചാരിച്ചിട്ട് ടി വിയിൽ ഇതിങ്ങനെ വന്നപ്പോ പല ഭാഗത്തുനിന്ന് ഒരിക്കൽ ഒരാൾ രാവിലെ വിളിച്ചിട്ട് കിഴിശ്ശേരി ഉസ്താദ് എവിടെയുള്ളത്? ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ മട്ടന്നൂരേക്ക് പോവാണ്. അപ്പൊ ഫോൺ വെച്ചാൽ രാത്രി വരെ ഫോണ്. അപ്പൊ എനിക്ക് തോന്നി മരിച്ചാൽ എന്താ ഉണ്ടാകാൻ. മനസ്സിലായി.
കീശേരി ഉസ്താദ് എന്നൊരു മഹാനുണ്ടായിരുന്നു. തൃപ്പനച്ചി ഉസ്താദ് എന്നും അദ്ദേഹത്തെ വിളിച്ചിരുന്നു. ശംസുല്ലമാടൊക്കെയുള്ള മഹാന്മാരെ സമ്മതിച്ച മഹാനാണ്. ആടുകളെ പോറ്റുമായിരുന്നു. ധാരാളം കോഴികൾ ഉണ്ടായിരുന്നു. 1980-90 കാലത്ത് ബോംബെയിൽ പോയ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? പയ്യോളി ഭാഗത്ത് മിലിറ്ററി ബാവ എന്ന പേരിൽ ഒരു മഹാനുണ്ടായിരുന്നു. കൊയിലാണ്ടിയുടെയും അതേപോലെ അത്തോളിയുടെയും ഇടയിലുള്ള ഒരു അരീക്കുളം എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഖബറ്. കൂടെ തന്നെ എപ്പോഴും ഒരു പൂവൻകോഴി, ഒരു വലിയ ആട്. ഇവരൊക്കെ എന്നും ഈ ആരിഫീങ്ങളും സ്വാലിഹീങ്ങളും ഇല്ലേ, ഇങ്ങനെയുള്ള ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. CH ഹൈദ്രോസ് മുസ്ലിയാർ എന്നൊരു മഹാനുണ്ടായിരുന്നു. ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമിയുടെ ശില്പികളിൽ ഒരാളായിരുന്നു. സുന്നി യുവജന സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. കേൾക്കണേ, സാത്വികനായിരുന്നു, സൂഫിയായിരുന്നു, ആത്മജ്ഞാനിയായിരുന്നു, മുദരിസായിരുന്നു, പരോപകാരിയായിരുന്നു, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മഹാനായിരുന്നു. സ്വന്തം വീട്ടിൽ യതീം മക്കളെ കൊണ്ടുവന്ന് പോറ്റുമായിരുന്നു. പടച്ചറപ്പ് കയറേണ്ട അളവിലുള്ളിൽ അങ്ങ് കയറി കിട്ടിയാൽ വെറുതെ ഇരിക്കൂല. ജീവജാലങ്ങളെ പോലും പരിഗണിച്ചു. ഇതൊക്കെ അള്ളാന്റെ സൃഷ്ടികളല്ലേ എന്ന് തിരിച്ചറിഞ്ഞു. ഉപ്പില്ലാത്ത കുട്ടികളെ കാണുമ്പോൾ കണ്ണിൽ വെള്ളം വന്നു. ഉപ്പില്ലാത്ത കുട്ടികളെ സംരക്ഷിക്കുന്നവനും ഞാനും ഇങ്ങനെയല്ലേ എന്ന് ഇങ്ങനെയെന്ന് മുത്ത റസൂലുള്ള പഠിപ്പിച്ചതല്ലേ. നാളെ അള്ളാന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഹബത്ത് കിട്ടാൻ, മുറാഫഖത്ത് കിട്ടാൻ നല്ല പണി ഉപ്പല്ലാത്ത കുട്ടികളെ സഹായിക്കലാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ മലപ്പുറം ജില്ലയിലെ മുസ്തഫ പൂക്കോയത്തങ്ങളും മഹാനായ CH ഹൈദ്രോസ് ഉസ്താദും സ്വന്തം പൊലിയിൽ യതീമക്കളെ പോറ്റിയിട്ട് സംരക്ഷിച്ചു. ഇങ്ങനെല്ലാം ആകണമെങ്കിൽ അതാ ഞാൻ പറഞ്ഞേ, അള്ള ഉള്ളിൽ വന്നങ്ങോട്ടങ്ങ് അറിയണം. പിന്നെ കണ്ടുമുട്ടുന്നവരോടൊന്നും ഒരാളോടും ഇപ്പൊ നമ്മളുടെ ഇടയിലില്ലേ ചിരിക്കൂല. ചിരി കുറഞ്ഞു വരില്ലേ ഓരോ കൊല്ലം കഴിയുന്നതിനെ. നമുക്ക് തന്നെ പറയാം, കഴിഞ്ഞ കൊല്ലം ചിരിച്ച പോലെ ചിരി എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിയില്ല കേട്ടോ. തപസ്സുമ് പുഞ്ചിരിപ്പുണ്ടോ? കുറഞ്ഞു പോയില്ലേ? അവരുടെ ഓരോരുത്തരുടെ പിന്നെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് ആളെ കണ്ടാൽ മാത്രം ചിരിക്കും. അതില്ലാത്തവരെ കണ്ടാൽ ചിരിക്കൂല. പാവപ്പെട്ട ആള് നാട്ടില് ഇങ്ങോട്ടൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് നോക്കണ്ട. നാട്ടിലെ പാവപ്പെട്ട ആൾ ഇവന്റെ കൂടെ പഠിച്ചവനായിരിക്കും. നാട്ടിൽ നാടൻ മണ്ണെടുത്ത് കൊണ്ടൂല. കുറച്ചൊക്കെ പൈസ ഉണ്ട്, നല്ല കഞ്ഞി മുക്കിയ വെള്ളച്ചെരുപ്പ്, വെള്ളത്തുണി, വെള്ളക്കുപ്പായം, കഞ്ഞി, ഒട്ടാകെ കഞ്ഞിയായിട്ട് കിടക്കുകയാണ്. പാവപ്പെട്ടവനെ കണ്ടാൽ മുണ്ടൂല, വർത്താനം പറയൂല. ഇല്ലേ? ഓരോ നാട്ടിലും ഇല്ലേ? ആലക്കാട് ഒഴികെ ഇവിടുന്ന് പോകുന്നവരെ കുറിച്ച് ഞാൻ പറയില്ല. കുറച്ച് ആഭരണം കുറഞ്ഞു പോയെ, ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സഹോദരിമാരുണ്ട് അവരുടെ കൂട്ടത്തിൽ. മംഗലപ്പുറക്ക് പോയാൽ ഉണ്ടൂല. ഇന്ന് കുറേ ആഭരണം അവിടെ നിന്ന് കടം മേടിച്ചിട്ട് ഉള്ള വളരെ ജ്വല്ലറി പോലെ കയറി പോകുന്നതാണ്. ഇപ്പോൾ കായ് പിടിക്കാൻ കുറേ ആള്, കാല് പിടിക്കാൻ കുറേ ആള്, ഇരുത്താൻ കുറേ ആള്. ഇല്ലേ? നമ്മുടെ കൂടെ നോക്കിയേ. അത് പറയും ഇങ്ങോട്ട് നോക്കിയിട്ടൊരു ഗുണമില്ലാന്നേ. ഉള്ളവരെ കാണുമ്പോൾ വല്ലാത്തൊരു പരിഗണന, ഇല്ലാത്തവരെ കാണുമ്പോഴോ തിരിഞ്ഞു നോക്കൂല. ഏറ്റവും മോശമായ ഭക്ഷണം ഒരു ഭക്ഷണമാണെന്ന് മുഹമ്മദ് നബി. ആ ഭക്ഷണ സദ്യയിലേക്ക്, ആ വലീമത്തിലേക്ക്, ആ വിവാഹസൽക്കാരത്തിലേക്ക് പണക്കാരെ മാത്രം ക്ഷണിക്കുന്നു. പിന്നെ പാവപ്പെട്ടവരെ ഉപേക്ഷിക്കുന്നു. ചില സൽക്കാരങ്ങളിൽ കാണാം VIP-കളെ പുരയുടെ ഉള്ളിൽ കയറ്റിയിട്ട് സൽക്കരിക്കും. VIP-കൾ അല്ലെങ്കിൽ പുറത്തുള്ള ടേബിളിൽ എല്ലാരും പുറത്തിരുത്താൻ കഴിയണം. ഇനി ഞാൻ ഉള്ളിൽ പോരെന്ന് പറഞ്ഞാൽ പറയണം പുറത്ത് വാ, ഉള്ളിൽ വരില്ല. പുറത്ത് കൊണ്ടുപോയാ ഒരേ ഭക്ഷണമാണെങ്കിൽ സാറല്ല. അങ്ങനെയല്ലേ? രണ്ടു തരം ഭക്ഷണം വിളമ്പുന്നവരില്ലേ? നിങ്ങൾ ഇവിടെ ഇരുന്നോ, ഇവിടെ കുറച്ച് ഫെസിലിറ്റി ഉണ്ട്, അവിടെ പുറത്ത് മറ്റതേ ഉള്ളൂ. ഒരൊറ്റ അടി കൊടുക്കണം ഒബളാങ്കട്ടക്ക്. ഓൻ്റെ ഒബളാങ്കട്ട പൊട്ടണം. അന്നേരം വേഗം ചില മനുഷ്യന്മാർ കുറച്ചൊക്കെ ഓതി ആൾക്കാരെല്ലാം ഉണ്ടല്ലോ. അൻസിലിന്നാസ മനാസില ഒന്നല്ല ഉസ്താദേ, വേഗം അങ്ങോട്ട് ഓതും. ചില ആൾക്കാർ ഇരുത്തേണ്ടത് എന്തിരുത്താൻ ഇപ്പൊ ആർക്കായിടപ്പോ ഈ അൻസിലിന്നാസ മനാസില ഒന്നെല്ലാം പറഞ്ഞെടുത്ത് കുറച്ചൊക്കെ തക്കവ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ അങ്ങനെയല്ല ആകാം. ഇതാരാ നോക്കണം. അപ്പൊ എനിക്ക് നോക്കൊപ്പം എന്തെല്ലാം കടലുണ്ട്. ചിലപ്പോൾ താഴെ ഇരിക്കുന്നവരെ അപേക്ഷിച്ചിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ തഖവ ഉണ്ടാകുക താഴെ ഇരിക്കുന്നവർക്കായിരിക്കും. പറയാൻ കഴിയും ഉസ്താദ് അല്ലേ? ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ റിയാസ് ഉസ്താദിനോട് ചോദിച്ച് ഉസ്താദ് നിങ്ങൾക്കൊപ്പം ഞാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇട്ട് പോയതാണ് എല്ലാം തുടങ്ങിപ്പോയാടല്ലേ. ഇത് ഇട്ടുകൊണ്ട് ഞാൻ വലിയ ആളാന്ന് എനിക്ക് തോന്നിപ്പോയാ അന്ന് അതിന്റെ തലേന്ന് മരിക്കലാന്നല്ലേ. കൂട്ടുപ്രാർത്ഥനയൊക്കെ വിളിക്കലുണ്ട്, ഞാൻ പോലുണ്ട് അതിന്റെ തലേന്ന് മരിച്ചു നോക്കാല്ലേ. അതിന് പോകണം എന്ത് യോഗ്യത എനിക്കുള്ളത്? അതെനിക്ക് തിരിച്ചറിയാൻ കഴിയണം.
നമ്മളെല്ലാവരും അള്ളാഹിന്റെ മുമ്പിൽ തുണിയഴിക്കേണ്ടവരാണ് അല്ലേ? ഇതൊക്കെ പറയുമ്പോൾ പഴയ തലമുറയിലെ ഉസ്താദുമാര് ബോധം കെട്ടു പോകലുണ്ട്. തുണിയുണ്ടാകൂല, ഒന്നുണ്ടാകൂല. ചെരുപ്പ് കാലിന്റെ അടിയിൽ ചെരുപ്പുണ്ടാകൂല, മാർഗം ചെയ്തിട്ടുണ്ടാകൂല. മശ്ശറാമുറ്റത്ത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അള്ളാന്റെ മുമ്പിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കുറെ ആള്. ഒരാൾക്കും തുണിയില്ല, ഒരാൾക്കും കുപ്പായമില്ല, ഒരാളുടെയും മാർഗം ചെയ്തിട്ടില്ല, കാലിന് ചെരുപ്പില്ല. ആരാ അവിടെ രക്ഷപ്പെടുക? യൗമലായം ഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഖൽബ് എപ്പോഴും സലീമാകണം. അങ്ങനെ പറഞ്ഞാൽ എല്ലാ ദോഷവും ഒഴിയണമെന്ന് മാത്രമല്ല, ഈ സലീമായ കൽബിൽ, രക്ഷപ്പെട്ട കൽബിൽ നിറയെ അള്ളാന്റെ ഓർമ്മയുണ്ടാകണം. എപ്പോഴും എപ്പോഴും നാവ് കൊണ്ട് ദിക്റ് ചൊല്ലുവോ ചൊല്ലാതിരിക്കോ അത് അവരവരുടെ ചോയ്സാണ്. ഇന്ന് ഞാൻ ആ വേദ പറയുന്നില്ല. ഉള്ളിലെപ്പോഴും ഭക്ഷണം കാണുമ്പോഴും അള്ളാന്റെ ഓർമ്മ, വെള്ളം കുടിക്കുമ്പോഴും അള്ളാന്റെ ഓർമ്മ, വെറുതെ ഇരിക്കുമ്പോൾ ശ്വാസം ഇങ്ങനെ പോകൂലേ? യോഗ ചെയ്യുന്ന മാഷന്മാർ യോഗ 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 പത്മാസനം, ശലഭാസനം, ശീർഷാസനം, മേരുദണ്ഡാസനം, ഹലാസനം ഒന്നും പറഞ്ഞേക്കല്ലേ. ഈ യോഗ ചെയ്യുന്ന ആൾക്കാർ പറയലുണ്ട്, ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ശ്വാസത്തിന്റെ ആ പ്രയാണം ഇങ്ങനെ ഒന്ന് ശരിക്കും കേൾക്കണേ പ്രായമുള്ള മുഅ്മിനീങ്ങളെ. ശ്വാസം ഇങ്ങനെ പോകുമ്പോൾ ശ്വാസം പോകുന്ന ഭാഗം അങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിക്കുക. ശ്വാസം മെല്ലെ ഇങ്ങോട്ട് വരുന്നത് അതും ശ്രദ്ധിക്കുക. ഏകാഗ്രത കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന, കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർ പറയുന്നൊരു പരിശീലനമാണ്. ശ്വാസം അങ്ങോട്ട് പോകുന്നത് ഇങ്ങനെ. ചിലക്ക് എന്ത് ശ്വാസം, എന്ത് ഉച്ഛ്വാസം, തേങ്ങാപ്പിണ്ണാക്കെന്ന് പറയും. ഇവിടെ പല ജാതി കടവും ബേജാറുള്ള നിങ്ങളൊരു ശ്വാസം. എങ്ങനെ ഈ ശ്വാസം നിലച്ച് കിട്ടിയാൽ മതിയായിരുന്നു ഉസ്താദേ. ശ്വാസം കൊണ്ട് കണിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞോട്ടെ. ഈ ശ്വാസം വലിയ നിയമത്താണ്. ഈ ജീവിക്കുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ദുനിയവിയായ ഒരു നിയമത്ത്, എല്ലാം കൂടി പറയണ്ട, ശ്വാസം. അതിലെ പിന്നെ മരിച്ചുമില്ലേ? ആ ശ്വാസം ഇങ്ങനെ പോകുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. അല്ലാഹ്, നമ്മുടെ മഹാന്മാരെ പഠിപ്പിച്ച് പൊക്കിൾ കൊടി വരെ അല്ലെങ്കിൽ കാലിന്റെ അടി വരെ പറ. അങ്ങോട്ട് പോകുമ്പോ പറ അല്ലാഹ്. ആ ഓർമ്മ ഒന്ന് അല്പനേരം, ഒന്നോ രണ്ടോ ദിവസം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, പിന്നെ അങ്ങനെ ആയിക്കോളും. അല്ലാഹ് ഇങ്ങോട്ട്. ഇത് ദിക്റുൽ അൻഫാസി തരീഖത്തിന്റെ മശായിഖന്മാരെ കയ്യിൽ നിന്ന് അതൊന്നും അല്ലട്ടോ ഞാൻ ഈ പറയുന്നേ. അത് ഇൻഷാ അല്ലാഹ് മശായിഖന്മാരോട് പോയിട്ട് വാങ്ങിക്കോ. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. വെറുതെ ഇരിക്കുമ്പോ ശ്വാസം ഇങ്ങനെ പോകുമ്പോ അങ്ങനെ ആകണം നമ്മള്. ചെറിയ പനി വന്നു, എന്റെ റബ്ബ് തആല എനിക്കൊരു അനുഗ്രഹം തന്നു പറയണം, വായ്കൊണ്ട് പറയണം. ലാ തസുബ്ബിൽ ഹുമ്മാ, പനിയെ നീ കുറ്റം പറയല്ലേ മോളെ, പനി കൊണ്ട് മനുഷ്യന്റെ ചെറുദോഷം പൊറച്ചു പോകുമേ. ഉമ്മു സാഹിബ് എന്ന പെണ്ണിന്, ഉമ്മു സാഹിബിന് പനി വന്നു. റസൂലുള്ളാഹി കാണാൻ പോയി. എന്തോ പറ്റാത്ത വാക്ക് ഉമ്മു സാഹിബ് പറഞ്ഞു. അപ്പം ഉമ്മു സാഹിബിനോട് റസൂലുള്ളാഹി പറഞ്ഞ, പനി വന്നാ മോളെ, അതുകൊണ്ട് നിന്റെ ചെറുദോഷം പൊറച്ചു കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ജലദോഷവും പനിയും വന്ന് കിടക്കുകയാണ്. ഇനി കുട്ടികളോട് പറയണം, മക്കളെ ഇത് റബ്ബ് തആല തരുന്ന ഒരു സൈക്ലിംഗ്, ഒരു എന്താ പറയേണ്ട ഒരു ശുദ്ധീകരണമാണ്. ഇതുകൊണ്ട് കുറെ പ്രയാസം ഒഴിഞ്ഞു കിട്ടും. നമുക്ക് വന്നാൽ ഇങ്ങനെ ചിന്തിക്കണം, പഠിച്ചോനെ ഇതെന്നെ എന്നെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാനാണ്, എന്നെ ഒന്ന് ശുദ്ധിയാക്കാനാണ്. ഇനി വലിയ മാരക രോഗം വന്നു, അള്ളാഹു നമ്മളെ കാക്കട്ടെ പറ. അള്ളാഹു അപ്പം എന്താ ചെയ്യും? ഇനി എനിക്കിപ്പോൾ അടുത്ത കൊല്ലത്തെ റമദാൻ ഉണ്ടാ, ഇനി അടുത്ത കൊല്ലത്തെ. ചില ആൾക്കാർ അത് പറയാനായിട്ട് പോലും വരും, മമ്മിഞ്ഞി നീ ഇങ്ങനെ ആയിപ്പോയില്ലേ, നീ ഇനി എത്ര കൊല്ലം മരിച്ചിട്ടില്ല ഇവൻ, ഇത്ര കൊല്ലം ജീവിക്കണ്ട, എല്ലാം നീ പൊരുത്തപ്പെടണേ, ഒന്നും പക്കല്ലേ, വേം മരിപ്പിക്കുന്നേ. കാണാൻ പോയാലില്ലേ നല്ലോണം പ്രതീക്ഷ കൊടുക്കണം. കാണാൻ പോകുന്ന ആള് നീ ഇപ്പൊ ഒന്നും മരിക്കൂല, നീ വേദ പെണ്ണുങ്ങൾ ചില അത് പറയണ്ട. ഇപ്പൊ ഈ രോഗം വന്നാൽ ആരും പുറത്ത് പറയില്ലേ പേടിച്ചിട്ട്, ഈ കാണാൻ വരുന്നുണ്ട്. ഇനി ആരെങ്കിലും മരിച്ചുപോയി, ഈ മരിച്ചവർക്ക് ചില പെണ്ണുങ്ങൾക്കുണ്ടൊരു പോക്ക്, പോയിട്ട് ആണുങ്ങളെ മരിച്ചെങ്കിൽ പേർക്ക് പെണ്ണുങ്ങളടുത്ത് പോയിട്ട് ഭാര്യ എവിടെയാ ഇരിക്കുന്നത്, ഈ മരിച്ച ആണുങ്ങളെ ഭാര്യ എവിടെയാ ഇരിക്കുന്നു നോക്കും. അവിടെ പോയിട്ട് എല്ലാം കൂടി അവിടെ അടുത്തിരുന്നിട്ട് എല്ലാം കൂടി കരച്ചല്.
നമ്മളിൽ മരിച്ചവർക്ക് പോയ ആണുങ്ങളാ മരിച്ചെങ്കിൽ മെഹറം അല്ലെങ്കിൽ പിന്നെ കാണാൻ പറ്റില്ലല്ലോ. നിങ്ങൾ പുറത്ത് പോയിട്ട് കയ്യെങ്കിൽ ഒരു യാസീൻ ഓതി പടച്ചോനെ ഒന്നി ഓർക്ക് പുറത്ത് കൊടുക്കണേ, വേഗം ഇറങ്ങി പോയേക്കുക. ഇത് ഈ ആണുങ്ങളാ മരിച്ചെങ്കിൽ പെണ്ണുങ്ങളൊക്കെ നോക്കി പോയിട്ടിരിക്കും. ഇപ്പൊ ആണുങ്ങളുടെ ഇടയിൽ സുഖമുണ്ട്. ഇന്നിപ്പോ ആ സഹോദരി മരണപ്പെട്ടു. അവർക്കുള്ള കുട്ടികളെ പിടിച്ചിട്ട് ചില ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് എന്താ ചെയ്യല്ലേ വിധി, എല്ലാരും കൂടി ഓനെ ഒന്ന് ഇടങ്ങേറാക്കുക, ഓനൊന്നും കൂടി കരയിപ്പിക്കുക. ഹജർ റസൂൽ മുത്തും പോലെ മരിച്ചവർക്ക് പോയിട്ട് മക്കളെ പിടിച്ചിട്ട് മുത്തിയിട്ട് ഇടങ്ങേറാക്കുക. നമ്മുടെ സമാധാനം തഴ്സിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? തഴ്സിയത്ത് മരിച്ച സമയം മുതൽ 3 ദിവസം ഖബറിൽ വെച്ചതിന് ശേഷമല്ല, മിനൽ മൗതി മരണം മുതൽ 3 ദിവസം സമാധാനം കൊടുക്കുക, സമാധാനം കൊടുക്കുക. അപ്പർക്ക് പോയിട്ട് സമാധാനം കൊടുക്കുക. ഇത് വേഗം കാണുന്ന കട്ടൻ ചായയോ എന്നാ സൂചിയോ ഇങ്ങോട്ടെന്താ കൊടുക്കല് തഴ്സിയത്തിന്? പായസ എന്തായിക്കോട്ടെ, നല്ല കഞ്ഞി ഇന്നും കുടിച്ച കഞ്ഞി പുറത്തേക്ക് കൊടുത്താൽ മതി. ഏതായാലും അതും കുടിപ്പിച്ചിട്ട് വേഗം ഏമ്പക്കം വിട്ട് പോകലല്ല, നല്ല രുചിയുണ്ടെന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ പരയിലുള്ള പെണ്ണുങ്ങളെ കൈ പിടിക്കുക, മക്കളെ കൈ, ആണുങ്ങൾ ആൺകുട്ടികളെ കൈ പിടിക്കുക. ആൺകുട്ടികളൊന്നും ഇല്ല, അന്ന് പുതിയാപ്പിളുണ്ട്, പുതിയാപ്പിളിന്റെ കൈ പിടിക്കുക. ഇനി ആൺകുട്ടികളും ഇല്ല, പെൺകുട്ടികളെ പുതിയാപ്പിളില്ല, മരുവനുണ്ട്, പെങ്ങളെ മോന്, ഓന്റെ കൈ പിടിക്കുക, സമാധാനം കൊടുക്കുക. എന്നിട്ട് ചിന്തിക്കുക, എന്ത് പരീക്ഷണം വരുമ്പോഴും ചിന്തിക്കുക, റഹ്മാനായ അല്ലാഹുവേ ഇത് നീ തന്നതാണ്, ഒന്നും വെറുതെ തരൂലല്ലോ. ഒരാളിങ്ങനെ നല്ല ഐശ്വര്യത്തിരിപ്പി കണ്ണൂർ ജില്ലയില് കൊറോണയ്ക്ക് ശേഷം പൊരയും പറമ്പും വിൽപ്പനക്ക് വെച്ച കുറെ ആളുണ്ട്, എല്ലാ ഭാഗത്തുമുണ്ട്. ദാരിദ്ര്യം വന്നിട്ട് കുറെ പൈസ കൂടിയിട്ടുണ്ട്, വേറൊരു ഭാഗത്ത് വല്ലാണ്ട് പൈസ കുറഞ്ഞിട്ടുണ്ട്. ഈ കുറഞ്ഞ ആൾക്കാർ ചിന്തിക്കുക, അല്ലാഹു തആല നിഅമത്തുകൾ ഇങ്ങനെ തരുമ്പോൾ ചിലപ്പോൾ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ്, ചിലപ്പോൾ ഒരു രോഗം തരും, അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു മരണം തരും, അല്ലെങ്കിൽ ഒരു അപകടം വരും, അതൊന്നും അല്ലെങ്കിൽ പിന്നെ ദാരിദ്ര്യം തരും. എന്ത് വന്നാലും സഹിക്കണം. ലിൽ മുഅ്മിനി ഇല്ലത്തുൻ വഖില്ലത്തുൻ വദില്ലത്തുൻ, എന്തെങ്കിലും ഒന്ന് വരും. ഇല്ലത്ത് രോഗം, ഖില്ലത്ത് ദാരിദ്ര്യം, അതല്ലെങ്കിൽ ഇല്ലത്ത് ജനങ്ങളെല്ലാം ഒറ്റപ്പെടുത്തി കളയാം, 2ാം നമ്പറായി പോവുക. എന്തെങ്കിലും വരും, എന്തു വന്നാലും ക്ഷമിക്കുക, എന്തു വന്നാലും. എന്നിട്ട് ഇങ്ങനെ അതാ അള്ളാന്റെ കൂടെ കൂടുക, ഉള്ളിൽ മുഴുവനും അള്ളാന്റെ ഓർമ്മ. അങ്ങനെ ആയാൽ മാത്രമാണ് ഒരു മനുഷ്യൻ ജീവനുള്ളവനാകുക. അതാ മദലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറുഹു, എപ്പോഴും അള്ളാനെ ഓർമ്മയുള്ള മനുഷ്യൻ, അല്ലെങ്കിൽ ദിക്ർ ചൊല്ലുന്ന മനുഷ്യൻ. 2 അർത്ഥം പറയാം. എപ്പോഴും അള്ളാനെ ഓർമ്മയുള്ള മനുഷ്യൻ, അല്ലെങ്കിൽ ദിക്ർ ചൊല്ലുന്ന മനുഷ്യൻ. വല്ലദീ ലാ യദ്കുറുഹു, അള്ളാനെ ഓർമ്മയില്ലാത്ത മനുഷ്യനും. 2 മനുഷ്യരുടെയും ഉദാഹരണം മദലുൽ ഹയ്യി വൽ മയ്യിതി മുഹമ്മദുർ റസൂലുള്ളാഹി. എപ്പോഴും അള്ളാനെ ഓർമ്മയുള്ളവനില്ലേ, അവനാണ് ജീവനുള്ളവൻ, അവനാണ് ജീവനുള്ളവൻ. അള്ളാനെ ഓർമ്മയില്ലാത്തവനോ? അദ്ദേഹം പറഞ്ഞേ, നിസ്കാരമുണ്ട്, നിസ്കാര ശേഷം സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒക്കെ ഉണ്ട്. പക്ഷെ വേണ്ട പോലെ കൽബിൽ അല്ലാഹ് വരലില്ല. മാസങ്ങൾ ഇങ്ങനെ കഴിയുമ്പോൾ വരണ്ട് പോവുകയാണ്. എവിടെന്നെങ്കിലും ഒരു ദിക്ർ ഹൽക്കയിൽ പോയിട്ട് കൂടാൻ താല്പര്യമില്ല. മജ്ലിസുൻ നൂറിൽ വന്നിരിക്കുമ്പോൾ തന്നെ ഇപ്പൊ ഇത് തീരാന്ന് നോക്കുകയാണ്. സംയോഗത്തിലേക്ക് പ്രവേശിച്ചാൽ ആരെങ്കിലും ഇതപ്പോ തീരാന്ന് ചിന്തിക്കലുണ്ടോ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, എന്നെ നോക്കിയാൽ മതി. സംയോഗ ഏതെങ്കിലും പൊട്ടൻ പയത്തൻ കഞ്ഞങ്ങട്ട പയത്തൻ എന്ന് പറയാം, സംയോഗത്തിലേക്ക് പ്രവേശിക്കുന്ന നസീറ ഇത് എത്ര മിനിറ്റ് പിടിക്കുമെന്ന് ചോദിക്കലുണ്ടോ? സെക്സ് ആയിട്ട് കൂട്ടല്ലേ. ഒരു ഉദാഹരണം പറഞ്ഞ, അള്ളാഹുവിന്റെ ഓർമ്മ വരുന്ന ഒരു ദിക്ർ ഹൽക്കയിലേക്ക് മജ്ലിസിനോട് ചൊല്ലാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അബൂബക്കർ അബ്ദഉ ബിസ്മിൽ വാഹിദി ചൊല്ല്, അബ്ദഉ ബിസ്മിൽ വാഹിദി ഹംദല്ലഹു ബിൽ ആബിദി സ്വല്ലാ മുഹമ്മദി വൽ ആലി വാ. ഇത് ചൊല്ലുന്ന തന്നെ ചില ആളെ തോണി താനെ അഴിഞ്ഞു പോവുകയാണ്, സമയം നോക്കുകയാണ്, ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ഒന്ന് തീർന്നു കിട്ടുക. ചില ആൾക്കാർ ചോദിക്കും, എത്ര നമ്മുടെ പള്ളിയിൽ ഉസ്താദ് എത്ര ബൈത്ത് കൂടുമ്പോഴാ ജവാബ് ചൊല്ലുകയാണ്. അത് ഒരു പേരെന്നെ കിട്ടിയപ്പോൾ വലിയ ആശ്വാസമായി, നല്ല ഉസ്താദാ, നമ്മളെല്ലാം ശരിക്കും പൾസ് മനസ്സിലാക്കിയിട്ട്. അങ്ങനെയല്ലേ ഇതിങ്ങനെ ഈ കളി, ഈ ചൊറിഞ്ഞും മാന്തിയുള്ള കളിയില്ലേ, ഇതല്ല കാണൂലേ? ഉത്തരം കിട്ടും ഉസ്താദെ, നോക്കണം.
ഇപ്പോഴുണ്ടല്ലോ. പണ്ട് കാലത്തൊക്കെ ഉസ്താദുമാരെ കുറ്റം പറയല, മങ്കൂസ് മുഴുതെല്ലാം പോയിട്ട് കടലാസ് മറിച്ചെന്ന്. ഇപ്പൊ ചില പുരേ പോയിട്ട് ഉസ്താദെ ഫുള്ള് ചെല്ലണ്ട, മേലെ ആദ്യത്തെ ഹദീസും അവസാനത്തെ ഹദീസും ഓതിയാൽ മതി. അവർക്ക് ആകൂല, സഹിക്കാൻ ആകൂലെന്നേ. 1000 ഖുത്ബിയത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് ഏതൊരു തങ്ങള് അസ്മായിന്റെ തങ്ങളിൽ പുരക്കാരനോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീയും ഇരിക്കണം ആ കൂട്ടത്തിൽ, ചൊല്ലുന്നേ ഇല്ല. ഒരു മാസം കഴിഞ്ഞ് തങ്ങൾ അത് ചൊല്ലിയെന്ന്. അത് ഞാൻ ചൊല്ലിക്കേനു, പക്ഷെ ഞാനും കൂടി ഇരിക്കണം എന്ന് പറഞ്ഞപ്പോ എനിക്കത് ആവൂല. മുജാഹിദായിട്ടൊന്നുമല്ല, 1000 ഇങ്ങനെ നിൽക്കണ്ടേ, യാ ശൈഖ് മുഹയ്യിദ്ദീൻ, അതാകൂല. സുന്നിയാണ് ആള്, വിശ്വാസക്കുറവൊന്നുമില്ല, സഹിക്കാനാകൂല. ഇതാ അവസ്ഥ. റമദാൻ ആകുമ്പോ പേടിയുള്ള എത്ര മനുഷ്യന്മാരുണ്ടെന്ന് അറിയോ? വലിയ പടാകിയെല്ലാം പോടും. കാരണം തറാവി 30 ദിവസം നിസ്കരിക്കണ്ടേ, ആകൂല. ചിലളങ്ങനെ എല്ലാ ദിവസവും വരും. അല്ലോ, ഒരു കാണേണ്ട കാഴ്ച. കുറച്ച് ചൂടൊക്കെ ഉണ്ടാവുമല്ലോ. പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോ ഇപ്പൊ AC വരെ ഫിറ്റ് ചെയ്തു. എല്ലാ പള്ളിയിലും AC വരും. എന്നാലും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഉറങ്ങുക. താല്പര്യമില്ലാന്നേ. മനസ്സിന്റെ ഉള്ളിൽ ഒരു താല്പര്യം അള്ളാഹിനോടും അള്ളാഹ് ചെയ്യുന്ന ഇബാദത്തിനോടും ഇല്ലെങ്കിൽ പിന്നെ അള്ളാഹ് നമ്മളെ പരിഗണിക്കുവോ? തിരിച്ചറിയണം നമ്മള്. ഇൻഷാ അല്ലാഹ് എപ്പോഴും അള്ളാഹിന്റെ ഓർമ്മ കൽബിൽ ബാക്കിയുള്ളവൻ മതലുൽ, എന്നെ കൂടെ പറഞ്ഞ ആ വാക്ക്, മുത്ത റസൂലുള്ളാഹി പറഞ്ഞ വാക്ക് മതലുൽ ഹയ്യി. എപ്പോഴും അള്ളാഹു കൽബിൽ ഇങ്ങനെ ദായിമായിട്ടുള്ളവൻ അവൻ ജീവനുള്ളവനെ പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. മാത്രല്ല, കൽബിൽ അള്ളാഹിന്റെ ഓർമ്മ ദായിമാകുന്നവനില്ലേ, അവനിക്കാണ് ശാരീരിക ശക്തിയും. ഹദീസുകളിൽ കാണാൻ കഴിയും. എപ്പോഴും അള്ളാഹിന്റെ ഓർമ്മ കൽബിൽ ഇങ്ങനെ, ഇന്നലിൽ ഹസനതി ളിയാം ഫിൽ വജ്ഹി വനൂറൻ ഫിൽ ഖൽബി വസഅതൻ ഫിൽ റിസ്ഖി വഖുവ്വതൻ ഫിൽ ബദനി. കരാട്ടേക്കോ കളരിക്കൊന്നും പോണമെന്നില്ല. അള്ളാഹിന്റെ ഓർമ്മ കൽബിൽ നിറഞ്ഞു നിൽക്കുന്നവനാണ്. ഓനിക്കില്ലേ വല്ലാത്തൊരു ശക്തി ഉണ്ടാക്കുന്നതാണ്. 313 ബദരീങ്ങള് കരാട്ടെ പഠിച്ചിട്ട് യുദ്ധത്തിന് പോയതല്ല. എല്ലാരും വാൾപ്പയറ്റിൽ ആയുധാഭ്യാസം കിട്ടിയവരുമല്ല, ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. എന്നിട്ടോ 1000ഓളം വരുന്ന ആയുധാഭ്യാസികളോട്, എല്ലാ ആയുധങ്ങളും ഉള്ള 1000ഓളം വരുന്ന ആളോട് 313 പേര് ജയിച്ച എന്തുകൊണ്ടെന്നറിയോ? അള്ളണ്ട് കൂടെ. അല്ലാഹു പറ, അല്ലാഹു മഈ പറ. നാവ് കൊണ്ട് പറയണമെന്നില്ല. എന്റെ പണ്ട് കാലത്ത് ഓർമ്മല്ലേ, 9, 10, 11 പ്രസവിക്കും. കൊല്ലത്തിൽ 1.5 കൊല്ലം കൂടുമ്പോൾ പ്രസവിക്കും. ചില ആൾക്കാർ പോയിട്ടോ, ഇങ്ങനെ പ്രസവിച്ചാൽ എങ്ങനെ ഈ കുട്ടികളെ പോറ്റെന്ന് പറയുമ്പോ ഓന്റെ കണ്ണിൽ വെള്ളം വരും. നീ എന്തിനാ അങ്ങനെ പറയുന്ന ഈമാനില്ലാത്ത വർത്താനം പറയുന്നേ? എന്റെ ഓളെയും കുട്ടികളെ എന്റെ അള്ള പോറ്റുമെന്ന് പറയും, തൊണ്ട ഇടറിയിട്ട്. എന്റെ കുട്ടിയൊക്കെ ചുണ്ട് കീറിയ റബ്ബ് വയറ് മുടക്കൂല എന്ന് പറയും. അത്രയും പറയാൻ അറിഞ്ഞോടൂ. നോക്കണം, അള്ളാഹുവാണ് അവർക്ക് ഇത്. പഴയ തലമുറയില് അല്ലേ താമസിക്കാൻ പോരണ്ടോ? സ്റ്റോർ റൂമില് തവക്കുലാക്കാൻ വേണ്ടി. ഇന്നിപ്പോ തവക്കുലില്ലാതായി. അരിയാണ് ഇന്ന് തവക്കുല്. ചോറിന് അരിയാണ് തവക്കുല്. കീശയിലെ പൈസയാണ് ദുനിയാവിൽ ജീവിക്കാൻ നമ്മുടെ തവക്കുല്. അല്ലല്ല, പണ്ട് കാലത്ത് കീശയിൽ പൈസ, ദാരിദ്ര്യം ഉണ്ടാകുമ്പോഴൊരു ഗുണതാണ് എന്നറിയോ? അള്ളാഹുവിൽ തവക്കുല് കൂടും. റബ്ബ് പോറ്റു എന്നുള്ളൊരു ഉറപ്പുണ്ടാവും. എന്റെ ഓളെയും കുട്ടികളെ എന്റെ അള്ള പോറ്റുമെന്ന്. പെണ്ണ് കിട്ടുമ്പോ നോക്കണം, എന്തെങ്കിലും എന്നെ അള്ളാഹ് നോക്കണം. ഗൾഫിൽ പോകുന്നവരാണോ പണ്ട് പെണ്ണ് കെട്ടിയ? ഗൾഫിൽ പോകുന്നവരാണോ പണ്ട് പെണ്ണ് കെട്ടിയ? അല്ലല്ലോ. നാട്ടിൽ കഷ്ടപ്പെടുന്നവര്, എല്ലാവർക്കും ജോലി ഉണ്ടാകൂല, പെണ്ണ് കെട്ടി, കുട്ടികളുണ്ടായി, അവർക്ക് കഴിയുന്ന വിധത്തിൽ ഒരു വീട് കെട്ടി, അല്ലേ, മക്കളെ വായിച്ചു. ഇന്ന് കാണുന്ന നമ്മളൊക്കെ ഉണ്ടായത് ഇന്നലെകളിലെ ഗൾഫിൽ പോകാത്ത, ഇന്നത്തെ 50, 60 വയസ്സുള്ള ആളുകൾ ഉണ്ടായത് ഇന്നലെകളിലെ ഗൾഫിൽ പോകാത്ത, നാട്ടിൽ സമ്പന്നരല്ലാത്ത, അല്ലേ, 90% ഉപ്പമാരുടെ ഉമ്മമാരുടെ പരിമിതികളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മളെ സംരക്ഷിച്ചതിന്റെ കാരണം കൊണ്ടല്ലേ നമ്മൾ ഇന്നുണ്ടായേ. അവരുടെ ഉള്ളിൽ നിറയെ ഉണ്ടായിരുന്ന അള്ളയാണ്. കുറെ ചരക്കുകൾ ഉണ്ടാകലല്ല ഐശ്വര്യം, വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സി. ഐശ്വര്യം ആത്മാവിന്റെ ഐശ്വര്യമാണ് ഐശ്വര്യം. മുഹമ്മദ് മുസ്തഫ ചൊല്ല്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉറക്കെ ചൊല്ല്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കെ ചൊല്ല്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉറക്കെ ചൊല്ല്, കേൾക്കുന്നില്ല? അല്ലാഹുമ്മ സ്വല്ലി അലാ.
അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഹാജാന്റെ മാസല്ലേ, പിന്നെ മറന്നുപോകും. ഒരു ഫാത്തിഹ ഹാജാന്റെ പേരിൽ ഓതി, ഒരു സ്വലാത്തും ചൊല്ലി, രണ്ട് കയ്യിൽ ഓതി, ഒന്ന് തല മുതൽ കാലിന്റെ അടിവരെ തടകിയ ഇലാ ഹദ്റത്തി സയ്യിദിനാ വനബിയ്യിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസുൽത്താനിൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അൽ ഹസനി സഞ്ചരി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അൽ ഫാത്തിഹ. ഓത്. നല്ല ഓതിയമായി. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. എല്ലാവർക്കും ചൊല്ലാൻ കിട്ടുന്ന സ്ഥലത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഊത്. കയ്യിൽ മൊത്തം ഊത്. തല മുതൽ തലന്റെ ബേക്ക് നടക്ക്, കാലിന്റെ അടിവരെ തടക്. അല്ലാഹുവേ, ഈ പരിശുദ്ധ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട്, സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളെ കറാമത്ത് കൊണ്ട് ഞങ്ങളെ തടികളിലുള്ള സിഹർ കണ്ണേറ് കൈവിഷങ്ങളെ ബാത്തുലാക്കണേ അല്ലാ. അമല് ചെയ്യാൻ വിടാത്ത എന്തോ ഒരു ഇടങ്ങേറ് ഞങ്ങളുടെ തടിയിലുണ്ട്, നീക്കിത്തരണേ അല്ലാ. സുബഹിക്ക് എഴുന്നേൽക്കാൻ വിടാത്ത എന്തോ ഒരു ഇടങ്ങേറ് ഞങ്ങളുടെ തടിയിലുണ്ട്, ഒഴിവാക്കണേ അല്ലാ. സലകർമ്മങ്ങളോട് നന്മകളോടും അല്ലാത്ത ബന്ധവും എല്ലാ ഹറാമുകളോടും വെറുപ്പും തന്ന് ഞങ്ങളെ ഒന്ന് നന്നാക്കണേ അല്ലാ. പടച്ചവനെ, നിന്റെ ഓർമ്മയും നിന്റെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്കും ഞങ്ങളെ കൽബിൽ ദായിമാക്കണേ അല്ലാ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് ഒരു തിരിച്ചറിവ് എപ്പോഴും അല്ലാഹനെങ്ങനെ. കണ്ണൂർ ജില്ലക്കാർ പറയില്ലേ, മണപ്പിച്ചിട്ട് ഓൻ എപ്പോൾ നോക്കിയാലും ഓളെ മണപ്പിച്ചിട്ടാ ജീവിക്കലെന്ന് അല്ലേ? എവിടെ പോകുമ്പോഴും ഓളെ കുറിച്ച് നിങ്ങൾ പറയും. ആളിങ്ങനെ പറയും, നോക്കിയാൽ ഒരു പൊങ്കൂസന, എപ്പോൾ നോക്കിയാലും ഓളെ പറഞ്ഞു കൊടുക്കും, ഓളെയും മണപ്പിച്ചിട്ടാ ജീവിക്കലെന്ന്. അങ്ങനെ മനസ്സിലാകരുത്, പറയലില്ലേ? ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനിന്റെ മറ്റൊരു പേരാണ് മൂക്കൻ. മൂക്കൻ എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ളവൻ, അള്ളാഹുവിന്റെ കാര്യത്തിൽ ഉറപ്പുള്ളവൻ. സ്വന്തം തടിയുടെ കാര്യത്തിൽ ഉറപ്പില്ല, ഇത് നശിച്ചു പോകുന്നതാണ്. പക്ഷേ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും ഉറപ്പുള്ള ഒരേ ഒരാൾ. നേരത്തെ ഒതിയായത്തൊന്നുകൂടി ഓത്. കുല്ലു മൻ അലൈഹാ ഫാൻ. ഇവിടെയുള്ള എല്ലാം നശിച്ചു പോകുന്നതാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക. പടച്ച റബ്ബിന്റെ വജ്ഹ് മാത്രമാണ് ബാക്കിയാവുക. ഒതിയായത്തൊന്നുകൂടി ഞാൻ ഓതുകയാണ്. സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർദി. എന്നിട്ട് ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയാ. പിന്നെ വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. തെങ്ങിന്റെ മേലെ കയറിയാൽ താഴേക്ക് ഇറങ്ങാതെ രക്ഷയില്ല, കവുങ്ങിന്റെ മേലെ കയറിയാൽ താഴെ ഇറങ്ങാതെ രക്ഷയില്ല. ഒരു പുഴയിൽ നിന്ന് അക്കരെ കടന്നാൽ അല്ലേ, ഇക്കരെയാണ് താമസമെങ്കിൽ മടങ്ങി വരാതെ രക്ഷയില്ല. പാലക്കാട് നിന്ന് തളിപ്പറമ്പ് ടൗണിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയാൽ തിരിച്ചു വരാതെ ഒരു രക്ഷയില്ലല്ലോ മുഅ്മിനേ. ഈമാനുള്ള മുഅ്മിനേ, നീ ദുനിയാവിന്റെ പ്രഭാവലയത്തിൽ കുടുങ്ങി, ദുനിയാവിന്റെ മോഹങ്ങളിൽ കുടുങ്ങി, സ്വപ്നങ്ങളിൽ കുടുങ്ങി, ആഗ്രഹങ്ങളിൽ കുടുങ്ങി. അള്ളാഹുവിൽ നിന്ന് നീ എത്രയോ അകന്നു പോയി. ഉള്ളിൽ തട്ടുന്നൊരു ഓർമ്മയായിട്ട് ഇതുവരെ അല്ലാഹ് കൽബിലുണ്ടായില്ല. അള്ളാന്റെ ഖുർആൻ പറയുന്നു, വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. മനുഷ്യാ, നിന്റെ നല്ല മടക്കം റബ്ബിലേക്കാണ് അല്ലെ, മടങ്ങി പോകേണ്ടത് റബ്ബിലേക്കാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഖുർആനിലെ സൂറത്ത് യാസീനിലടക്കം കാണാം, വ ഇലൈഹി തുർജഊൻ. നിങ്ങൾ റബ്ബിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. ഒരാളും നമ്മെ സഹായിക്കാനുണ്ടാകില്ല. ഹെൽപ്പ് ചെയ്യാനും കരുണ ചെയ്യാനും സ്നേഹം തരാനും കെട്ടിപ്പിടിക്കാനും ചേർത്ത് വെക്കാനും സന്തോഷം തരാനും സുഖം പകരാനും ഉമ്മയേക്കാൾ ബാപ്പയേക്കാൾ ഭാര്യ മക്കളെക്കാൾ സ്ത്രീകളെ ഭർത്താക്കളെക്കാൾ നിങ്ങൾക്ക് വേണ്ട എല്ലാം തരാനും ഒരാളെ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് റബ്ബുൽ ഇസ്സത്താണ്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ, മാസങ്ങളിൽ, കാലങ്ങളിൽ അള്ളാന്റെ ഓർമ്മ കൊണ്ടുവന്ന് കൽബിൽ നിറച്ച് പറ, എന്റെ അല്ലാഹു, പറ എന്റെ അല്ലാഹു, എന്റെ ദീനുൽ ഇസ്ലാം, എന്റെ മുത്ത് റസൂലുള്ളാഹി, എന്റേത് എന്ന് ചേർത്തിട്ട് സ്നേഹം ചേർത്ത് വല്ലദീന ആമനൂ
വല്ലദീന ഓതിക്കോളൂ, അത്രേ ഉള്ളൂ. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിനോട് വല്ലാത്ത മഹബ്ബത്താണ്. സുൽത്താനുൽ ഹിന്ദ് ഖാജ മഈനുദ്ദീൻ ചിശ്തി തങ്ങൾ വഫാത്തായപ്പോൾ നെറ്റിയിൽ എടുത്തു വന്നു എന്നാണ്. നേരത്തെ ഉസ്താദിന്റെ തവസ്സുൽ ചെയ്ത ദുആ കേട്ടിട്ടില്ലേ? ഖാജ മഈനുദ്ദീൻ ചിശ്തി തങ്ങളെ വഴിയിൽ ജീവിച്ച മഹാന്മാരെ ചേർത്ത് ചിശ്തിയത്തു സ്വാബിരിയ എന്ന തരീഖത്തിനെ കുറിച്ച് മശായിഖന്മാരാ വഴിയിൽ ജീവിച്ച മഹാന്മാരെ പേര് പറഞ്ഞ് തവസ്സുൽ ചെയ്ത ദുആ ഇരുന്നില്ലേ? പടച്ചവനെ നീ ഇജാബത്ത് തരണേ റഹ്മാനെ. അങ്ങനെ പേര് പറയാനെങ്കിലും ആ ഉസ്താദിന്റെ ഖൽബില് ഈമാൻ നിറഞ്ഞില്ലേ? ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. അങ്ങനെ പറയുന്ന ഉസ്താദ്മാരെ കാണുമ്പോൾ ഒരു മൊഞ്ചാണ്, അവരടുത്തിരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്, അവരോട് സംസാരിക്കുമ്പോൾ ഈമാനിന്റെ പ്രഭാവമാണ്. കേൾക്കണേ, ഖാജാന്റെ നെറ്റിയിൽ എടുത്തു വന്നു എന്നാണ്. അല്ലദീ മാത ഫീ ഹാദാ ഹബീബുല്ലാഹ്. ഈ കിടക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബാണ്. അല്ലദീ മാത ഫീ ഹുബ്ബില്ലാഹ്. ഇയാൾ മരിച്ചത് അല്ലാഹുവിനോടുള്ള മഹബ്ബത്തിലാണ്. നെറ്റിയിൽ എടുത്തു വന്നു എന്നാണ്. കേൾക്കണേ, നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു വികാരമായി സ്നേഹമായി അല്ലാഹ് ഇങ്ങനെ വന്ന് നിറയണം. എത്ര നിസ്കരിച്ചാലും പടച്ചറപ്പിന് നിസ്കരിച്ചിട്ട് മതിയാകാത്ത, എത്ര നോമ്പ് നോറ്റാലും മതിയാകാത്ത, എത്ര ദിക്ർ ചൊല്ലിയാലും മതിയാകാത്ത ഒരു മജ്‌ലിസുൻ നൂറിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ 313 ബദരീങ്ങളെ പേരിങ്ങനെ പറയുമ്പോൾ അള്ളാഹിനോടും മഹബത്തുള്ളവർക്ക് അള്ളാഹിന്റെ പടപ്പുകളോടും മഹബത്തായിരിക്കുമല്ലോ. സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് എന്തൊരു മഹബത്താ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് എന്തൊരു സ്നേഹമാ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് എന്തൊരു ഇഷ്ടമാ, അലിയുൻ കറമല്ലാഹു വജ്ഹുവിനോട് ഫാത്തിമ ബീവിയുടെ ഭർത്താവല്ലേ, മുത്ത് റസൂലുള്ളാഹിന്റെ കൈ പിടിച്ച് കുട്ടിക്കാലത്ത് ദീനിലേക്ക് വന്ന മഹാനല്ലേ, മുദ്ഹിറുൽ അജായിബല്ലേ, അത്ഭുതങ്ങളെ പ്രത്യക്ഷത്തിൽ കൊണ്ടുവന്ന മഹാനല്ലേ. എന്തൊരു ബന്ധമാ, എന്തൊരടുപ്പമാ. ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്രാ ബീവിയോട് എന്തൊരു ആത്മബന്ധമാ, ഫാത്തിമ ബീവിയോട് എന്തൊരു സ്നേഹമാ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പാട്ടുകൾ പോലും പഴയ തലമുറയിൽ ഒരു 25 കൊല്ലത്തിന്റെ ഇടയിൽ വന്ന പാട്ടിൽ വരെ കാണാലോ അല്ലെ. അറ്റലായ റസൂലിന്റെ അരുമക്കീടാങ്ങളാണവർ, ആരാലും വാഴ്ത്തും സോദരർ, ആരംഭത്തേൻ ഹസൻ ഹുസൈൻ. അവർ നാവ് കൊണ്ട് പാടലില്ല, തൊള്ള കൊണ്ട് പാടില്ല. പഴയ തലമുറക്കാർ ഹൃദയം കൊണ്ട് ഇങ്ങനെ പാടും അല്ലെ. അറ്റലായ റസൂലിന്റെ അരുമക്കീടാങ്ങളാണവർ, ആരാലും വാഴ്ത്തും സോദരർ, ആരംഭത്തേൻ ഹസൻ. ഹസൻ ഹുസൈൻ എന്ന് പറയുമ്പോൾ കണ്ണിൽ വെള്ളം ഇങ്ങനെ. ഹസനുണ്ടൊരുത്തി ഭാര്യയായി ജഹദ എന്ന നവൾക്കു പേർ, ശത്രുപക്ഷത്ത് നിന്നവൾ, വഞ്ചനയാൽ പിറന്നവൾ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് എന്തൊരു ബന്ധമാ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹിസ്സലാം മുതൽ നമ്മുടെ ചുറ്റുവട്ടത്തെ മഖാമുകളിൽ കിടക്കുന്ന മഹാന്മാരെ വരെ അള്ളയാക്കുന്ന പ്രസ്ഥാനമല്ല. നമുക്ക് ഒറ്റ റബ്ബേ ഉള്ളൂ. അവൻ അഹദാണ്, സമദാണ്, ഫർദാണ്. അവൻ റബ്ബാണ്. മുത്ത് റസൂലുള്ളാഹി അല്ലേ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടക്കാരൻ. പക്ഷെ റസൂലുള്ള പടച്ചോനല്ല, ഇലാഹിയായ ഒരു കഴിവും അല്ലെ, അല്ല കൊടുത്ത കഴിവല്ലാതെ പടച്ച റബ്ബിന്റെ ഒരംശം പോലും മുത്ത് റസൂലുള്ളാഹിയിലില്ല. ആരംഭപ്പൂവിന്റെ കൈയൊന്നു പൊക്കണമെങ്കിൽ അള്ളാന്റെ കുദറത്തില്ലെങ്കിൽ ഖുവ്വത്തില്ലെങ്കിൽ പൊക്കൂല്ല. നമുക്ക് ഇവരോടൊക്കെ വലിയ ഇഷ്ടം. എന്തുകൊണ്ടെന്നറിയോ? അള്ളാഹുവിനെ വല്ലാതെ സ്നേഹിച്ചവരാണവർ. അബൂബക്കറിൻ, ഈ പേരിങ്ങനെ പറയുമ്പോലെ ഇങ്ങനെ നുണഞ്ഞ് ആത്മാവ് കൊണ്ട് ചുംബനം ചെയ്ത് അള്ളാഹിനെ ഇപ്പൊ ഇരിക്കുന്ന എല്ലാവരും അള്ളാഹിന്റെ റബ്ബേ രണ്ടാൾ അങ്ങോട്ട് പോകുന്ന ഇങ്ങോട്ട് നിർത്താനായി കേട്ടാ. ആണുങ്ങൾ അതിന്റെ വാണിങ്ങി വരും. അത് വേഗം നിർത്തിയെന്നൊന്നും പറഞ്ഞേക്കണ്ട. ആ, അള്ളാഹിനോടുള്ള മഹബത്ത് ഒന്ന് കൽബിലൊന്നൊന്ന് കൊണ്ടുവന്നേ എല്ലാവരും.
ഞാനങ്ങനെ ഇപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ഒഴിച്ചേരനാവില്ലല്ലോ. ഒന്ന് പടച്ചറിനുള്ള മഹബത്ത് കൊണ്ടുവന്ന കൽബില്, ആ കൊണ്ടുവന്ന ആ മഹബത്ത് വെച്ചിട്ടൊന്ന് മുത്ത് റസൂലുള്ളാഹിയെ കുറിച്ച് ആലോചിച്ച് നോക്കിയട്ടെ. വല്ലാത്തൊരു അല്ലെ പ്രേമാനുരാഗം, ദിവ്യാനുരാഗം, അള്ളാഹുവിൽ നിന്ന് റസൂലുള്ളാഹിയിലേക്ക് ഇങ്ങനെ റസൂലുള്ളാഹിനോട് മഹബത്ത്, അത് നിറഞ്ഞു കവിയും. ഈ രണ്ട് മഹബത്ത് വെച്ചിട്ട് പോയിട്ട് ഒതുകൊടുത്ത് നോക്കിയേ. പള്ളി കയറിയിട്ട് വെറുതെ ഇങ്ങനെ ആലോചിച്ച് നോക്കിയട്ടെ, നിസ്കരിച്ചിട്ട് മതിയാകൂല. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ സക്കരിയ ഉസ്താദിനെ കാണുമ്പോൾ PKP ഉസ്താദിനെ ഓർമ്മിച്ച് പോവാൻ. മൂപ്പരില്ലേ ഇരിക്കൂർ നേരത്തെ നല്ല ആരോഗ്യമുള്ള കാലത്തും സലാം ഉസ്താദിന്റെ സൂഫീസ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. നമ്മളൊന്നും അവരൊന്നും സൂഫികളായി കുറേ ചുമലിൽ പച്ചച്ചാലിട്ടാലേ നമുക്ക് സൂഫിയാവും. 2-3 മോതിരിടുക, കോഡ് ഭാഷയിൽ മാത്രം സംസാരിക്കുക, ചക്ക എന്ന് പറഞ്ഞാൽ മാങ്ങ എന്ന് പറയാ, മാങ്ങ എന്ന് പറഞ്ഞാൽ ചക്ക എന്ന് പറയാം, അവരൊക്കെ നമ്മൾ സൂഫിയാക്കും. സലാം ഉസ്താദ് ഒതു കൊടുത്തിട്ട് നിസ്കരിക്കാൻ വേണ്ടി എന്നാലും സ്വന്തം നിസ്കരിക്കാൻ എന്നല്ലേ തീരൂല. ചോദിച്ചു നോക്കിയതാ, പഠിച്ച ആൾക്കാരുണ്ടല്ലോ, അസദികളുണ്ട്, പിന്നെ ദർസിൽ പഠിച്ച ആൾക്കാരുണ്ട്. അസദിലെത്തുമ്പോഴത്തേക്ക് കുറെ പ്രായമായിട്ട് മെല്ലെ നിൽക്കുന്ന കാണുമ്പോൾ നമ്മൾ ഇരിക്കും എന്തോ കൈയായിട്ടാണ്. പതുക്കെ എത്ര സമയം പിടിക്കാന്നറിയോ, തീരൂല. കൈകെട്ടിയിട്ട് നിന്നാല് അള്ളാനെ സലാം ഉസ്താദിനെ മതിയാകലില്ല. മുത്ത് റസൂലുള്ളാഹിയെ കുറിച്ചിട്ട് ചുമലിയിൽ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല സംഭവം എട്ടിക്കുളത്തെ ദർസിൽ വെച്ച് സലാം ഉസ്താദ് പറയുന്നത് കേട്ട പഴയ കാലത്തെ അവിടുത്തെ ശിഷ്യന്മാര് പറയലുണ്ട്, കുട്ടികൾ കരയും പോലെ കരയുമെന്ന്. നമ്മൾ വേദന ഇങ്ങനെ പടപടവെന്ന് നല്ല മൈക്ക് സെറ്റ് കിട്ടിയാലേ നീയല്ലേ മൈക്ക് സെറ്റ് കിട്ടിയാലേ എക്കോൽ ഇങ്ങനെ പടപടവെന്നാക്കല്ലേ. സലാം ഉസ്താദ് അവരൊക്കെ അള്ളാനെ റസൂലുള്ളാഹിനെ അനുഭവിച്ച് ജീവിച്ചവരാണ്. റസൂലുള്ളാഹിയുടെ ചുമലില് ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല ഇട്ട സംഭവം സലാം ഉസ്താദ് പറയുമ്പോ അത് ആ വിഷയം പറയുമ്പോ കുട്ടികൾ കരയും പോലെ കരഞ്ഞിരുന്നു. അവരൊക്കെ അള്ളാനെ അനുഭവിച്ചവരാണ്. ഒരിക്കലും ഈ രണ്ട് ഗ്രൂപ്പിന്റെ ഇടയിൽ മാനവറുകൾ ജീവിച്ചില്ലേ, ഒരു ഗീബത്ത് നാവെന്ന് വരൂല. വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി ആയപ്പോ പാലത്തുങ്കരയിൽ ഒരു വേദന, ഞാനും സലാം എന്നോട് മോനേന്ന് വിളിക്കൂല, എടാന്ന് വിളിക്കൂല, ഒരുപാട് കൊല്ലത്തെ ബന്ധാണ്. അടുത്തിരുത്തിയിട്ട് പറഞ്ഞു, ശരി വയസ്സ് കൂടി കൂടി പോവുകയാണ്, ബാധ്യതകളും ഭാരങ്ങളും കൂടുകയാണ്, നല്ലോണം ദ്വാർക്കണം, എനിക്ക് ദർസ് നടത്തിക്കൊണ്ട് മരിക്കണം, ഇതെപ്പോഴും പറഞ്ഞു, എനിക്ക് ദർസ് നടത്തിക്കൊണ്ട് മരിക്കണം, എനിക്ക് ദർസ് നടത്തിക്കൊണ്ട് മരിക്കണം. അള്ളാനെയും റസൂലിനെയും ഹൃദയത്തിൽ കൊണ്ടു നടന്ന ഒരു വഖ്ത് നിസ്കരിച്ചിട്ട് അടുത്ത വഖ്തിന്റെ ഇടയിൽ അള്ളാനെ മറന്നു പോകരുത്. ഞാൻ നിർത്തുകയാണ്. മുത്ത് റസൂലുള്ളാഹിനെ മറന്നു പോകരുത്. ഹൃദയത്തിൽ നിന്ന് അള്ളാന്റെ ഓർമ്മ കെട്ടുപോകരുത്. ഓർമ്മ ഉള്ള ആളല്ല ഈ വേല പറയുന്നത്, ഓർമ്മയില്ലാത്ത ആളാണ്. പക്ഷെ നമ്മുടെ അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ ഒന്നാലോചിച്ച് നോക്കിയിട്ട് നമ്മള് അള്ളാഹുവിന്റെ ഓർമ്മയിൽ 24 മണിക്കൂറും നമ്മളുണ്ട് ഇല്ലേ? അള്ളാഹിന്റെ ഓർമ്മയിൽ 24 മണിക്കൂറും നമ്മളുണ്ട്. അതുകൊണ്ടല്ലേ എഴുന്നേറ്റ് നിൽക്കുന്നത്, അതുകൊണ്ടല്ലേ ഇരുന്നിട്ട് വേല കേൾക്കുന്നത് അല്ലേ? തിന്നുന്നത്, കുടിക്കുന്നത്, ഉറങ്ങുന്നത് അള്ള കൽബിലുണ്ടല്ലേ? ഇൻഷാ അല്ലാഹ് നമ്മുടെ കൽബിലും അള്ളാഹിന്റെ ഓർമ്മ എപ്പോഴും. കിച്ചേരി ഉസ്താദ് എന്താ വയലിൽ പറഞ്ഞെന്ന് ചോദിച്ചാല് ഇനി ഇങ്ങനെ എന്തെല്ലോ പറഞ്ഞൊന്നും പറഞ്ഞേക്കരുത്. നമ്മൾ വെറും വഖ്തിന് നിസ്കരിച്ചാൽ പോരാ, ജീവിക്കുന്ന സർവ്വ സമയത്തും നമ്മുടെ കൽബിൽ